ചർച്ചയിലേക്ക് പോകും മുൻപ് എന്താണ് വയനാട്ടുകാർക്ക് പറയാനുള്ളതെന്ന് കേൾക്കാം. തുരങ്കപാത വയനാട്ടിന് നല്ലതായിരുന്നു. പക്ഷേ പരിസ്ഥിതി പ്രശ്നങ്ങളെ കൊണ്ടാണ് വയനാട് ജില്ലയിൽ അങ്ങനത്തെ മണ്ണായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ റോഡ് ഇപ്പം തന്നെ ചുരത്തിൽ 8ാം വളവിൽ ക്രാച്ച് വന്ന് അതിൽ വണ്ടി പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ നല്ലൊരു പദ്ധതിയായിരുന്നു. പക്ഷേ പരിസ്ഥിതി നോക്കാതെ ചെയ്തുകൊണ്ട് പറ്റുന്ന ആശങ്കയുണ്ട്. ശാസ്ത്രീയമായ രീതിയിൽ മുന്നോട്ട് പോയപ്പോൾ പിന്നെ ഇന്ന് തന്നെ ചുരത്തിലൊരു അപകടം ഉണ്ടായി. അപ്പോൾ അതിങ്ങനെ തുടർന്ന് പോവുകയുള്ളൂ. തീർച്ചയായും വേണം ശാസ്ത്രീയമായ രീതിയിൽ തുടർന്ന് പോകണമെന്നാണ് ആഗ്രഹം. തുരങ്കപാത വേണം, പക്ഷേ ഈ മഴയുള്ള സാഹചര്യത്തിൽ ഒരിക്കലും അവിടെ പണി എടുക്കാൻ പാടില്ല. അത് നിർത്തിവെക്കാൻ വേണ്ടി പറഞ്ഞതായിരുന്നു എന്നാണ് പൗല് പറയണേ. പക്ഷേ പൗല് പിന്നെയും അതിന് തുടർച്ച ചെയ്തുകൊണ്ട് കൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിലോട്ട് മാറിയത്. അവിടെ ചുരമൊക്കെ പൊട്ടി പറഞ്ഞ ന്യൂസ് വന്നല്ലോ. 8ാം വളവിലൊക്കെ വിള്ളലാന്ന്. അപ്പോൾ തുരങ്കപാത വന്ന ഗതാഗതമൊക്കെ മെച്ചപ്പെടൂലേ? എത്ര പ്രശ്നങ്ങളുണ്ടായി ഇപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ട് അത് നോക്കി ഉണ്ടാക്കുന്നതല്ലേ നല്ലത്. നമ്മളിപ്പോൾ ചുരത്തിലുള്ളൊരു ബദൽ മാർഗ്ഗമാണല്ലോ. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, എല്ലാവരെയും മനസ്സിലതാണ് ഈ ചുരത്തിലൊരു ബ്ലോക്ക് കാരണം അതിനനുബന്ധമായിട്ട് വേറൊരു റോഡ് വേണമെന്നല്ലേ. അപ്പോൾ തുരങ്കപാത അല്ലാതെ വേറെ എന്തെങ്കിലും വരികയാണെങ്കിൽ അതല്ലാതെ ഇപ്പോൾ തുരങ്കപാത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഉരുളുപൊട്ടലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടല്ലേ. പക്ഷെ പണി പൂർത്തിയായാലും അങ്ങനത്തെ ഒന്നും വരില്ല. തുരങ്കപാത വേണ്ട, ഞങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ജീവിച്ചാൽ മതി. ഇവിടെ എന്താ ലോല പ്രദേശമല്ലേ, ഒരു റിപ്പോർട്ടും ഇതിന് അനുകൂലമായിട്ടും ഇതില്ലല്ലോ. പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു തുരങ്കപാത? ബദൽ റോഡാണ് ഞങ്ങൾക്ക് ആവശ്യം. വേണമെന്ന് വെച്ചാൽ വേണം. മണ്ണിടിച്ചിൽ ഭീഷണിയൊക്കെ പ്രശ്നത്തിൻ്റെ ഉള്ളൂ. അതും ബദൽ റോഡ് എന്തായാലും ആവശ്യമാണല്ലോ. ബദൽ റോഡ് ആവശ്യമാണ്, തീർച്ചയായിട്ടും വേണം. അതിനുള്ള മാർഗങ്ങൾ അതിൻ്റെ വേണ്ട പോലെ ചെയ്യാന്നല്ലാണ്ട് ഇപ്പോൾ വരുത്തിയത് തുരങ്കപാതയായിട്ട് ഒരു ബന്ധമില്ലാത്ത ഇതാണ്, ഓരോ അശ്രദ്ധയും കൊണ്ടാണ്. നമ്മുടെ അഭിപ്രായത്തിൽ ഇപ്പോൾ മറ്റേ ഇതില്ലേ എന്താ പടിഞ്ഞാത്തർക്കൂടെ വരുന്ന റോഡ് അതൊന്നും ഇതായി തന്നാൽ വലിയൊരു ഉപകാരം. കാരണം തുരങ്കപാത വിശ്വസിച്ചിട്ട് ഇനി എങ്ങനെ ജനങ്ങൾക്ക് പോകാൻ കഴിയും? തുരങ്കപാത വരുന്നത് നല്ലതാണ്. ഇതിപ്പോൾ അവിടെ സംഭവിച്ച് മേപ്പാടി സംഭവിച്ച് അതൊരു ഭയങ്കര ദുരിതമായി മാറി. അപ്പോൾ തൽക്കാലം ദുരിതം ആ പാത വേണ്ടെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. നിർബന്ധമായിട്ട് വേണം തുരങ്കപാത. അത്ര ബ്ലോക്കല്ലേ ചുരം. അപ്പോൾ അത് ബദലായിട്ട് ഈ സംവിധാനം ആവശ്യമാണ്. വേണ്ടെന്നാണ് അഭിപ്രായം. ഇപ്പോൾ ഈ മണ്ണിടിച്ചിൽ ഇതൊക്കെ കണ്ടില്ലേ, അപ്പോൾ നമുക്കത് പേടിയാണ്. തുരങ്കപാത വേണം, ബദൽ പാത വേണം. നമുക്ക് താമരശ്ശേരി ചുരത്തിന് ബദൽ പാത വേണം. നമ്മൾ ആശ്രയിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്. പക്ഷെ അങ്ങോട്ട് എത്തിപ്പെടാനായിട്ട് പലപ്പോഴും സാധിക്കുന്നില്ല. ഇപ്പം തന്നെ വയനാട്ടിലെ റിപ്പോർട്ടുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് മരണങ്ങൾ നമ്മൾ കോഴിക്കോട് പോകുന്ന വഴിയിൽ നടക്കുന്നുണ്ട്. ഈ കണ്ടീഷനിലാണെങ്കിൽ വേണ്ടാതെക്കുന്നതല്ലേ, ജനങ്ങൾക്ക് വെറുതെ ബുദ്ധിമുട്ടാക്കിയിട്ട് തുരങ്കപാത ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. തുരങ്കപാത വേണം. തുരങ്കപാത വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചുരത്തിൻ്റെ ഒരു ബ്ലോക്കൊക്കെ ഒഴിവാകുന്നതാണ്. പിന്നെ മഴക്കാലത്ത് പണി നിർത്തി വെച്ചിട്ട് വേനൽക്കാലത്ത് ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ഒരു കോഴിക്കോട് പോകണമെങ്കിലോ എന്തെങ്കിലും എമർജൻസിക്ക് നമ്മൾ പോവുകയാണെങ്കിലോ ചുരത്തിലെ ബ്ലോക്ക് ഇത് ഭയങ്കര ദിവസം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതല്ലാണ്ട് വേറൊരു മാർഗ്ഗമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ വന്നാലും കുറച്ചും കൂടി സേഫ്റ്റിയോട് കൂടിയിട്ട് മുന്നോട്ട് പോകണം തന്നെയാണ് നമ്മൾ ആഗ്രഹം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPM നേതാവ് SK സജീഷ്, കോൺഗ്രസ് പ്രതിനിധി ബേസിൽ പാർക്കുടി, ഭൗമശാസ്ത്രജ്ഞൻ സുഭാഷ് ചന്ദ്രബോസ് എന്നിവരാണ്. തീർച്ചയായും ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾ ഈ ദുരന്തത്തിന് ശേഷം നമ്മൾ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആദ്യം എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചതെന്ന് പരിശോധിക്കാം. അതായത് ഇത് മനുഷ്യനിർമ്മിതമാണ്, സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായും കാറ്റിൽ പറത്തി സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകിയില്ല എന്ന രീതിയിലുള്ള ആരോപണങ്ങളാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ഉന്നയിക്കുന്നത്. അത് എൻ്റെ ചോദ്യം ശ്രീ സുഭാഷ് ചന്ദ്രബോസിലേക്കാണ്. ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, നമുക്കറിയാം സാധാരണ ഇത്തരം ഏതൊരു ദുരന്തം ഉണ്ടാകുമ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം പഴിചാരും. നമ്മൾ ഇന്നലെ കണ്ടതാണ്, മുഖ്യമന്ത്രി VD സതീശൻ മുൻ സർക്കാരിനെ കുറ്റപ്പെടുത്തി. സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തരമൊരു പദ്ധതി വന്നത്, താൻ മുൻപേ അതിനെ എതിർത്തതാണെന്ന വാദമാണ് അദ്ദേഹം ഉയർത്തുന്നത്. പക്ഷേ ഇന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ ഈ സംഭവസ്ഥലം സന്ദർശിക്കുകയും അദ്ദേഹം ഉന്നയിച്ച വിഷയമേറെ ഗൗരവതരമാണ്. അതായത് സർക്കാർ ഈ സുരക്ഷാ നിർദ്ദേശങ്ങൾ, സുരക്ഷാ മുന്നൊരുക്കങ്ങൾ സർക്കാർ നൽകിയില്ല എന്നത് ഗുരുതരമായിട്ടുള്ള ആക്ഷേപം സർക്കാരിന് മേൽ ഉയർത്തുന്നുണ്ട്. താങ്കളുടെ ഒരു വിലയിരുത്തലിൽ ഇത് ആരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ്? ഈ മനുഷ്യക്കുരുതിക്ക് കാരണം യഥാർത്ഥത്തിൽ ആരാണിത്? മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ദുരന്തം തന്നെയല്ലേ ഇത്? 100% മനുഷ്യനിർമ്മിതമായ ദുരന്തമാണ് ഇത്. ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് കൂടെ ഇരിക്കുന്ന 2 പാനലിസ്റ്റുകളും 2 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്നവരാണ്. സ്വാഭാവികമായും അവർ അതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും സംസാരിക്കുന്നത്. പക്ഷേ ഞാൻ ബയാസ്ഡ് അല്ലാതെ
കൃത്യമായൊരു ശാസ്ത്ര വിഷയങ്ങളാണ്, സാങ്കേതിക കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. വയനാട് പോലുള്ള ഒരു പ്രദേശത്ത് ഒരു തുരങ്കപാത വരുമ്പോൾ അത് വരുന്ന സമയത്ത് തന്നെ ഒരുപാട് ആശങ്കകൾ ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്നു. അന്ന് പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിരുന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ശരി, രാഷ്ട്രീയമാണെന്ന് വയ്ക്കാം. അങ്ങനെ പറഞ്ഞാൽ തന്നെ മറ്റ് വയനാടുള്ള തന്നെ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന പ്രകൃതി സംരക്ഷണ സമിതിക്കാരും ബാദുഷയെ പോലുള്ളവരും അവിടെയുള്ള ഒരുപാട് ആളുകൾ, ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരുമൊക്കെ ഒരുപാട് ആശങ്കകൾ പറഞ്ഞിരുന്നു. എന്നാൽ ഈ ആശങ്കകളൊന്നും ശരിക്കും അഡ്രസ്സ് ചെയ്തോ എന്ന് കേട്ടാൽ പലപ്പോഴും അത് അഡ്രസ്സ് ചെയ്തില്ല എന്നുള്ളതാണ്. ഒരു കമ്പനിയെ ഏൽപ്പിക്കുന്നു, ഒരു സ്ഥാപനത്തെ ഏൽപ്പിക്കുന്നു, ആ സ്ഥാപനം അത് ഒരു EEAയും സോഷ്യൽ ഇമ്പാക്റ്റ് സ്റ്റഡിയും എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് സ്റ്റഡിയും നടത്തുന്നു, ആ റിപ്പോർട്ട് കൊടുക്കുന്നു, അതിനെ വെച്ചുകൊണ്ട് ക്ലിയറൻസ് കൊടുക്കുന്നു. ഈ ക്ലിയറൻസ് വാങ്ങുമ്പോൾ ആ ക്ലിയറൻസിനകത്ത് ഒരു 60ഓളം കണ്ടീഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ 60ഓളം കണ്ടീഷൻസ് വെച്ചപ്പോൾ തന്നെ അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ, ഇത് ലോകത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും പരിസ്ഥിതി ദുർബലമായ ഒരു പ്രദേശത്താണ് ഈ പ്രോജക്റ്റ് വരുന്നത് എന്നാണ് ഒന്നാമത്തെ കാര്യം പറയുന്നത്. ആദ്യ സെൻറ്റൻസിന് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇൻറ്റൻസീവ് കെയറിൽ കിടക്കുന്ന ഒരു ഭൂമിശാസ്ത്ര യൂണിറ്റിലാണ് ഇത് വരുന്നതെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ താഴോട്ട് കാര്യങ്ങൾ കുറേ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു വന്നപ്പോൾ അന്ന് തന്നെ കുറേ തർക്കവും വിവാദവും ഒക്കെ വന്നിട്ട് ഗവൺമെൻറ് ഒരു പ്രസ്റ്റീജ് പ്രോജക്റ്റായിട്ടാണ് പറഞ്ഞത്. ലോകത്തെല്ലാ രാജ്യങ്ങളിലും ഇതുപോലെ നടത്തുന്ന പ്രോജക്റ്റുകളുണ്ട്. ഇതിനേക്കാൾ ദുർബലമായ സ്ഥലങ്ങളിൽ പ്രോജക്റ്റുകൾ നടത്താറുണ്ട്. പക്ഷേ അങ്ങനെ നടത്തുമ്പോൾ കടലിൻ്റെ അടിയിൽ പ്രോജക്റ്റുള്ള രാജ്യങ്ങളുണ്ട്, പർവ്വതങ്ങളുടെ മുകളിൽ പ്രോജക്റ്റുള്ള രാജ്യങ്ങളുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആദ്യം പ്രോജക്റ്റ് തുടങ്ങുന്ന മുമ്പ് ഈ പറയുന്ന പരിസ്ഥിതി ആഘാതവും സോഷ്യൽ ആഘാതവും ഒക്കെ പഠിച്ച് ഒരു നല്ല എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയൻ കിട്ടിയിട്ടായിരിക്കും പൊളിറ്റിക്കൽ ഡിറ്റർമിനേഷനോ ഡിസിഷനോ വരുന്നത്. ഇവിടെ അങ്ങനല്ല. ഇവിടെ നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർ, ഏത് ഭരണമായാലും പൊളിറ്റിക്കൽ ലീഡർ ആദ്യം ഒരു പ്രസ്റ്റീജ് പ്രോജക്റ്റ് അങ്ങ് പ്രഖ്യാപിക്കും. കടലോര തീരദേശ ഹൈവേ, മലയോര ഹൈവേ, പിന്നെ കേരയിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ അതിവേഗ പാത ആദ്യം പൊളിറ്റിക്കലി അതങ്ങ് പ്രഖ്യാപിക്കും. സുരംഗപാത അങ്ങനെ തന്നെയായിരുന്നു. എന്നിട്ടാണ് ഈ പഠനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അങ്ങനെ പഠനം നടത്തുമ്പോൾ ഇത് നടത്താൻ വേണ്ടിയിട്ടുള്ള പഠനങ്ങളാണ് പലപ്പോഴും നടക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യും? പഠനം നടത്തുന്നവർ തന്നെ കുറച്ച് ശുപാർശകൾ കൊടുക്കും. ആ ശുപാർശകളൊക്കെ അലമാരയിലിരിക്കും. ഓൺ ടൈം ക്ലിയറൻസിന് വേണ്ടിയിട്ടാണ് ഈ പഠനങ്ങൾ നടത്തുന്നത്. ആ പഠനങ്ങൾ കഴിഞ്ഞാൽ ഒരു മനുഷ്യനും ആ റിപ്പോർട്ട് എടുത്ത് നോക്കാറില്ല. വിഴിഞ്ഞം പദ്ധതിയുടെ EIA എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് 1200 പേജാണ്. അത് ഇംഗ്ലീഷിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് അത് പിന്നെ ഒരിക്കൽ തയ്യാറാക്കിയ പിന്നെ ജനങ്ങളൊന്നും ഇത് കാണുന്നില്ല, ഒരു മനുഷ്യനും ഇത് കാണുന്നില്ല. വെബ്സൈറ്റിലിടുന്ന 4 ദിവസം 1 മാസം കാണും, പിന്നെ കാണത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പഠന റിപ്പോർട്ടിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അതൊന്നും മോണിറ്റർ ചെയ്യുന്നതിനോ കൃത്യമായി അത് നോക്കുന്നതിനോ ഉള്ള വളരെ പ്രൊഫഷണലായിട്ടുള്ളൊരു സംവിധാനത്തിൽ കേരളം ഇനിയും പോയിട്ടില്ല. എൻ്റെ ഒന്നാമത്തെ ടേക്ക്. 2, ഈ വയനാട് പോലുള്ളൊരു സ്ഥലത്ത് ഇത് ചെയ്യുമ്പോൾ എടുക്കേണ്ടുന്ന പ്രിക്കോഷൻസ് ഉണ്ട്. പദ്ധതി വേണോ വേണ്ടേ എന്നുള്ള ചർച്ച ഇപ്പോഴും പ്രസക്തമല്ല. കാരണം പദ്ധതി തുടങ്ങി പാതി വഴി നിൽക്കുകയാണ്. 8 കിലോമീറ്റർ അതായത് 20 മിനിറ്റ് ലാഭിക്കാൻ 45 മിനിറ്റ് എന്നുള്ളത് 20 മിനിറ്റാക്കി 45 കിലോമീറ്റർ എന്നുള്ളത് 20 കിലോമീറ്ററായി കുറയും. പിന്നെ അതുപോലെ തന്നെ എന്താണ് 1 മണിക്കൂർ എന്നുള്ളത് കുറച്ച് അരമണിക്കൂറായി. ഇങ്ങനെ വളരെ കുറഞ്ഞ ഒരു അട്രാക്ഷനുള്ള പ്രോജക്റ്റാണ്. അതേസമയം താമരശ്ശേരി ചുരത്തിൽ ഒരുപാട് ആളുകൾ വണ്ടികൾ കിടക്കുന്നു. ഞാനും പലവട്ടം വയനാട് പോയിട്ടുള്ള ആളാണ്. ഈ പർട്ടിക്കുലർ പോയിന്റിൽ തന്നെ ഞാൻ 2 വട്ടം പോയിട്ട് പഠനത്തിനും അല്ലാതെയും പോയിട്ടുള്ള ആളാണ്. ചുരൽമലയിലൊക്കെ പോയിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടത്തേക്കുള്ള ചുരത്തിലേക്ക് കയറുമ്പോൾ നമ്മൾ പലപ്പോഴും താഴെ ചുരത്തിൽ കുടുങ്ങി കിടന്നിട്ടുണ്ട്. അവിടുത്തെ 5 പാതകളും ചുരത്തിൽ വഴി മുകളിലെത്താൻ കഴിയുന്ന 4-5 പാതകളുണ്ട്. അതെല്ലാം വികസിപ്പിക്കുകയും ഒരു ആൾട്ടർനേറ്റീവ് പദ്ധതിയെക്കുറിച്ചൊക്കെ ചിന്തിക്കണമെന്നുള്ള വയനാടുകാരുടെ തന്നെ ആവശ്യമൊക്കെ പരിഗണിച്ചുകൊണ്ടൊന്നും അല്ല ഇത് വന്നത്. ഒരു പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ് പ്രഖ്യാപിക്കുന്നു, പ്രോജക്റ്റ് നടപ്പിലാക്കുന്നു. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ അത് പ്രൊഫഷണലായി പോകേണ്ട ഒരു പ്രോജക്റ്റ് പലപ്പോഴും പ്രൊഫഷണലായിട്ടല്ല. കേരളത്തിൽ അത് ഏത് പ്രൊജക്റ്റും അങ്ങനെ തന്നെയാണ്. ദേശീയപാതയുടെ നിർമ്മാണം നിങ്ങൾ നോക്കൂ, തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി നോക്കൂ, ഏത് പ്രൊജക്റ്റ് ആയാലും വളരെ അമച്വറായിട്ടാണ് നമ്മൾ പ്രോജക്റ്റുകൾ ചെയ്യുന്നത്. അതിൻ്റെ ദുരന്ത ഫലങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. 1 മാസം മുമ്പ് കത്ത് കൊടുത്തു എന്ന് പറയുന്നു, പിന്നെ മിനിറ്റ്സ് ഉണ്ടെന്ന് പറയുന്നു. അതായത് ഈ മണ്ണൊക്കെ മാറ്റണമെന്ന് കമ്പനി ഇന്നലെ പറഞ്ഞത് മണ്ണ് കിടന്ന സ്ഥലത്തല്ല ഈ പ്രശ്നം, 18 മീറ്റർ മുകളിലാണ്. ഒരു ഭൂമിശാസ്ത്ര പ്രദേശത്ത്, അതും വയനാടിൻ്റെ ചരിവ് പ്രദേശത്ത് 18 മീറ്റർ എന്ന് പറയുന്നാൽ നമ്മളിവിടെ തൊട്ടടുത്തിരിക്കും പോലെയുള്ള സ്ഥലമേ ഉള്ളൂ. ആ 18 മീറ്ററിൻ്റെ മുകളിലുണ്ടായ ഒരു ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ മണ്ണിടിച്ചിലോ ലാൻഡ് സ്ലിപ്പാണ് താഴേക്ക് വന്ന് ഇത്രയും കോംപ്ലിക്കേഷൻ ഉണ്ടാക്കിയെന്നൊക്കെയാണ് പറയുന്നത്. അതിനാവശ്യമായ കൃത്യമായ കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. ആ സമയത്ത് തന്നെ പ്രൊജക്റ്റ് വന്ന സമയത്ത് തന്നെ ഒരുപാട് ആശങ്കകൾ കേരളത്തിലെ ആളുകൾ പറഞ്ഞിരുന്നു. ലോകത്തെല്ലാ രാജ്യങ്ങളിലും ഇങ്ങനെ ആശങ്കകൾ പറയുന്നവരെ കൂടി വിശ്വാസത്തിലെടുക്കുന്ന സമീപനമുണ്ട്. നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു സമീപനമില്ല. ഞാനൊരു വാക്കുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ലോകത്തിലെ നമ്മൾ ഏറ്റവും വലിയ മുതലാളിത്ത സാമ്രാജ്യത്തെ ലോകം എന്നറിയപ്പെടുന്ന രാജ്യം എന്നുള്ള അമേരിക്കയിൽ 1962 DDT അടിക്കുന്നത് കൊണ്ട്
അവിടെ വസന്തം വരുന്നില്ല എന്നൊരു പുസ്തകം റേച്ചൽ കഴ്സൺ സൈലൻറ്റ് സ്പ്രിംഗ് എഴുതിയപ്പോൾ അവരെ വിളിച്ച് അവരെ കേൾക്കുകയും അതിനുശേഷം DDT നിരോധിക്കുകയും ചെയ്തു അമേരിക്കയിൽ. നമ്മളിവിടെ ഈ സാങ്കേതിക വിദഗ്ധരും പരിസ്ഥിതി പ്രവർത്തകരെന്നുള്ള വിദഗ്ധരുമൊക്കെ ഉള്ള ആളുകളെ ഒന്നും കേൾക്കാതെയും ഒക്കെയുള്ള ഒരുപാട് ദുരന്തങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു ക്ഷണിച്ചു വരുത്തിയ ദുരന്തമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. യെസ്, അതാണ്. എന്തായാലും വികസനം വേണം. ഇതുപോലുള്ള ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ വികസനം പാടില്ല, അല്ലെങ്കിൽ ഇത്തരം വികസന പദ്ധതികൾക്ക് അത് തുരങ്കം വെക്കാൻ പാടില്ല എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ശ്രീ SK സജീഷ്, നമുക്കറിയാം ഈ മലയോര മേഖലയുടെ വികസനത്തിൽ അത് വിപ്ലവകരമായ ഒരു കുതിപ്പാകുമെന്നും ഒരു അഭിമാന പദ്ധതിയായും കഴിഞ്ഞ ഇടതു സർക്കാർ ഇതിനെ വിശേഷിപ്പിച്ചതാണ്. മാത്രമല്ല ഇതൊരു രാഷ്ട്രീയ നേട്ടം കൂടിയായിരുന്നു ഇടതുപക്ഷത്തെ സംബന്ധിച്ച്. അത് തെരഞ്ഞെടുപ്പ് ഫലം എന്തായിക്കോട്ടെ, പക്ഷേ അതൊരു പരിധിവരെയും CPM-നെ സംബന്ധിച്ച്, ഇടതുപക്ഷത്തെ സംബന്ധിച്ച്, കഴിഞ്ഞ സർക്കാരിനെ സംബന്ധിച്ച് വലിയ നേട്ടം തന്നെയായിരുന്നു ഇത്തരൊരു പദ്ധതി കൊണ്ടുവരാൻ കഴിഞ്ഞത്. പക്ഷെ അതിനുശേഷമുണ്ടായി ഈ ദുരന്തം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുമായിരുന്നു. കാരണം കേരളത്തിലും ഇതുപോലുള്ള തുരങ്കപാതകൾ വേണമെന്ന ആവശ്യം മുൻപേ ഉയർന്നു വന്ന നമ്മൾ കണ്ടതാണ്. നേരത്തെ വയനാട്ടിലുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ. വയനാട്ടുകാർ ആഗ്രഹിക്കുന്നുണ്ട് സമാന്തര പാത അല്ലെങ്കിൽ സമാന്തര സംവിധാനം, ഒരു തുരങ്കപാത അല്ലെങ്കിൽ സമാന്തര സംവിധാനം അവർക്ക് വേണമെന്നൊരു ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇത് മനുഷ്യരുടെ ജീവൻ പണയം വെച്ചുകൊണ്ട് ഇത്തരം വികസന പ്രവർത്തനങ്ങൾ വേണമോ എന്നതാണ് ഒരു ചോദ്യം. മാത്രമല്ല നേരത്തെ ശ്രീ സുഭാഷ് ചന്ദ്രബോസ് സൂചിപ്പിച്ചതുപോലെ ഇത്തരം നിർദ്ദേശങ്ങളൊക്കെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാണ് പിന്നീട് ഇത് പഠനത്തിന് വേണ്ടി വിദഗ്ധരെ സമീപിക്കുന്നത്. മാത്രമല്ല ദുരന്ത നിവാരണ അതോറിറ്റി പോലും ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചു. പിന്നീട് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ്, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഇത്തരം പദ്ധതികൾ വേണം, നടപ്പാക്കാം. പക്ഷെ എന്തുകൊണ്ടാണ്, ആരാണ് ഈ പദ്ധതിയിൽ ഇത്തരം മാനദണ്ഡങ്ങൾ അട്ടിമറിച്ചത്? ഇതിന് പിന്നിൽ ആരാണ്? മാത്രമല്ല ഇത് നിങ്ങൾക്ക് മേലാണ്, അതായത് ഇടതുപക്ഷത്തിന് മേലാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇന്നലെ വിമർശനം ഉന്നയിക്കുന്നത്. കാരണം താൻ മുൻപേ ഈ വിഷയങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചതാണ്. ഇത് ബോധപൂർവം വരുത്തിവെച്ച ദുരന്തമാണെന്ന് ഭരണപക്ഷം CPM-നെതിരെ ഇടതുപക്ഷത്തിനൊരു ആരോപണമായി ഉയർത്തി കാണിക്കുന്നുണ്ടല്ലോ. കേൾക്കാമോ? പറയാമല്ലോ. കേൾക്കാം. ഇവിടെ നേരത്തെ പരിസ്ഥിതി പ്രവർത്തകനായിട്ടുള്ള ശ്രീ സുഭാഷ് ചന്ദ്രബോസ് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ താങ്കൾ സംസാരിക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളും സൂചിപ്പിക്കുകയുണ്ടായി. ഒന്ന്, ഈ കാര്യങ്ങൾ നമ്മൾ പൊതുവായി പരിശോധിക്കുമ്പോൾ നാം കാണേണ്ടത് വളരെ വ്യക്തമായ പഠനത്തിന് ശേഷമാണ് ഈ പദ്ധതി ആരംഭിക്കുന്നതെന്നാണ്. 2020 ആദ്യം തന്നെ ബജറ്റിൽ ഈ പണം അനുവദിക്കപ്പെടുന്നുണ്ട്. ബജറ്റിലാണ് ഈ പദ്ധതി വരുന്നത്. അന്ന് ശ്രീ TM തോമസ് ഐസക് ധനകാര്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ഇത് അനുവദിക്കുന്നത്. 2022 ജൂൺ മുതൽ 2023 ജൂലൈ വരെ ഒരു വർഷക്കാലം നീണ്ട SIS സ്റ്റഡി ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ജനങ്ങളെ വിളിച്ചുകൊണ്ട് 2023 ഡിസംബർ 11 മുതൽ 13 വരെ ഹിയറിംഗ് നടത്തി ആ പ്രദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ കൃത്യമായി പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ പരിശോധനയും നടത്തിയതിന് ശേഷമാണ് സ്റ്റേറ്റ് പരിസ്ഥിതി എൻവയോൺമെൻറ്റ് കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെയും എല്ലാം ക്ലിയറൻസ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഈ സാഹചര്യം വന്നപ്പോൾ തന്നെ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടന്നിട്ടുണ്ട്. അതിൽ കേരളത്തിലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് വന്നു. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇതിനുശേഷം ഡിവിഷൻ ബെഞ്ച് ഈ പറഞ്ഞ പരിസ്ഥിതി അനുമതിയുമായി ബന്ധപ്പെട്ട് ഉള്ള ഇവരുടെ പരാതി തള്ളിയതിന് ശേഷം അതിൻ്റെ ഭാഗമായി പിന്നീട് സുപ്രീം കോടതിയിലേക്ക് പോയി. സുപ്രീം കോടതി അതിൻ്റെ ചരിത്രപ്രസിദ്ധമായ ആ വിധി ന്യായത്തിൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് തന്നെ അധ്യക്ഷനായ വിധി ന്യായത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി. അതിൽ ഇതൊരു ദേശീയ പ്രാധാന്യമുള്ള പദ്ധതിയാണ്, എല്ലാ കാര്യങ്ങളും പരിശോധിച്ചാണ് അനുമതി കൊടുത്തത്. ഈ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതി പറഞ്ഞ ആ വിധിയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, അനുമതി നൽകിയ കേന്ദ്ര സമിതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ റബ്ബർ സ്റ്റാമ്പാണ് എന്ന് കരുതരുത്. അങ്ങനെ റബ്ബർ സ്റ്റാമ്പ് അല്ല എന്ന് സുപ്രീം കോടതിയുടെ വിധിയിൽ പറയുന്നു അനുമതി നൽകിയ മന്ത്രാലയം.
രാജ്യത്ത് തുരങ്കപാത പല ഭാഗത്തും നടക്കുന്നുണ്ട്, അവിടെയൊന്നും പരിസ്ഥിതി പ്രശ്നമില്ല. ഇവർ സുപ്രീം കോടതിയിൽ പോയ ആളുകൾ ചൂണ്ടിക്കാണിച്ചിരുന്നു വയനാട്ടിലെ ദുരന്തം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അത് കാണിച്ചപ്പോൾ വയനാട് ദുരന്തത്തെക്കുറിച്ച് അറിയാം എന്നും സുപ്രീം കോടതിയുടെ വിധിയിൽ പറയുന്നു. സുപ്രീം കോടതി ആ വിധിയിൽ ചേർക്കുന്ന ഭാഗങ്ങൾ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന പദ്ധതിയാണിത്. അതുപോലെ തന്നെ വന്യജീവികളെ ഇത് ബാധിക്കില്ല, വയനാടിന്റെ ഒരു ജീവരേഖയാണ് ഈ പദ്ധതി എന്ന് സുപ്രീം കോടതി വിധിയിൽ പറയുന്നുണ്ട്. ഇതിനനുസരിച്ചാണ് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പാരിസ്ഥിതിക മാത്രമല്ല അതിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും പരമോന്നതമായ നിയമവ്യവസ്ഥയിൽ നിന്നുള്ള എല്ലാ പരിശോധനകളും നടന്നതിന് ശേഷമാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇവിടെ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ ശ്രദ്ധക്കുറവുണ്ടായതും എവിടെയാണ് എന്ന ഗൗരവകരമായ പരിശോധനയല്ലേ നാം നടത്തേണ്ടത്. അതിനപ്പുറത്തേക്ക് പോയി തികച്ചും രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പതിവ് രീതിയിൽ കാര്യങ്ങളെ അവതരിപ്പിക്കുന്നതാണ് നാം കണ്ടത്. ഇവിടെ മഴ എത്രമാത്രം പെയ്തു, ഈ പദ്ധതി പ്രദേശത്ത് ഏത് അലർട്ടാണ് നൽകിയത് എന്ന് പറയേണ്ടതുണ്ടല്ലോ. ഇപ്പോൾ 266 മില്ലിമീറ്റർ മഴയാണ് ഈ പ്രദേശത്ത് രേഖപ്പെടുത്തിയത്. ഇവിടെ 204.4 മില്ലിമീറ്റർ മഴ വന്നാൽ തന്നെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ മാനദണ്ഡ പ്രകാരം അതിതീവ്ര മഴയാണ്. എന്നാൽ ഇവിടെ നൽകിയ അലർട്ട് എന്തായിരുന്നു? ഇവിടെ നൽകിയ അലർട്ട് വെറും യെല്ലോ അലർട്ടായിരുന്നു. എന്താണ് അവിടെ റെഡ് അലർട്ട് നൽകി കാലേക്കൂട്ടി തന്നെ അവിടെ നിന്ന് മുഴുവൻ ആളുകളെയും മാറ്റാനുമുള്ള നിലപാട് സ്വീകരിച്ചില്ല. അവിടെ തന്നെ കൃത്യമായ ഉദ്യോഗസ്ഥരുടെ യോഗം പലപ്പോഴായി നടന്നിട്ടുണ്ടല്ലോ. ജൂൺ 20-ാം തീയതി നടന്ന യോഗത്തിനകത്ത് കലക്ടർ ഉൾപ്പെടെ പങ്കെടുത്ത യോഗത്തിനകത്ത് ഉദ്യോഗസ്ഥരുടെയും മറ്റും യോഗത്തിനകത്ത് കൃത്യമായി മിനിറ്റ്സിൽ തീരുമാനിച്ച കാര്യങ്ങളുണ്ട്. ആ തീരുമാനിച്ച കാര്യം എന്തായിരുന്നു? അവിടുന്ന് മണ്ണ് നീക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ എങ്ങനെ അട്ടിമറിക്കപ്പെട്ടു? ജൂൺ 25-ന് വീണ്ടും യോഗം ചേരുന്നു, PWD സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്നു, അവർ സ്ഥലത്ത് പോകുന്നു, പിന്നെ മണ്ണ് നീക്കണ്ട എന്ന് എങ്ങനെ തീരുമാനിക്കുന്നു? ഇവിടെ മന്ത്രി പറയുന്ന ഒരു കാര്യമാണ്, PWD സെക്രട്ടറി പറയുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ ചുമതലയെല്ലാം PWDക്കുണ്ടല്ലോ. ഈ ഏകോപനം ഭരണപരമായി നടത്തേണ്ടതല്ലേ? ആ ഏകോപനം നടത്തുമ്പോൾ ഈ കമ്പനി ആ പ്രദേശത്ത് തന്നെ കൃത്യമായ മഴ മാപിനിയുണ്ട്, കാലാവസ്ഥ റിപ്പോർട്ട് ശേഖരിക്കാനുള്ള ഉപകരണങ്ങളുണ്ട്. ആ ഉപകരണങ്ങൾ പ്രവർത്തിച്ചിരുന്നോ? കൃത്യമായി ആ പ്രദേശത്ത് ഇത് അളക്കാനുള്ള കൃത്യമായ കാലാവസ്ഥാ പരിശോധനയ്ക്കുള്ള ഉപകരണങ്ങൾ ആ പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുണ്ടല്ലോ. ആ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനും കൃത്യമായി മോണിറ്റർ ചെയ്യാനുമുള്ള ചുമതല കമ്പനി നിർവഹിച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധനയെല്ലാം നടത്തേണ്ടത് ആരാണ്? നടത്തേണ്ടത് മറ്റാരെങ്കിലും വന്ന് എവിടെന്നെങ്കിലും നടത്തുന്നതാണോ? ഇതിന് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥ സംവിധാനം, ഗവൺമെന്റ് സംവിധാനം അത് ചെയ്യേണ്ടിയിരുന്നു. അത് ചെയ്യാതിരിക്കുകയും ഈ ഒരു ദുരന്തത്തിലേക്ക് പോവുകയും ചെയ്ത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി നേരത്തെ ഈ പദ്ധതിയെ എതിർക്കാൻ വേണ്ടി ശ്രമിച്ചവർ ഇപ്പോൾ സുപ്രീം കോടതിയിൽ വരെ അംഗീകരിക്കപ്പെട്ട എല്ലാ ക്ലിയറൻസ് ലഭിച്ച ഒരു പദ്ധതിയെക്കുറിച്ച് മറ്റു രീതിയിൽ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നാം തിരിച്ചറിയേണ്ടതില്ലേ? ഇവിടെ വയനാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു പദ്ധതിയാണിത്. ഇപ്പോൾ തന്നെ നാം സംസാരിക്കുമ്പോൾ വയനാട് ചുരത്തിലുൾപ്പെടെ വിള്ളലും യാത്രാ ദുരിതവും ഇന്ന് തന്നെ നിരവധി തവണ അവിടെ മരം വീഴുകയും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ആ പ്രദേശം ഒറ്റപ്പെട്ടു പോകേണ്ട ഒരു പ്രദേശമാണോ? ആ പ്രദേശത്ത് സംവിധാനങ്ങൾ വേണം. ആ സംവിധാനം ഇത് പെട്ടെന്ന് തീരുമാനിച്ച ഒരു പദ്ധതിയോ അല്ലെങ്കിൽ പെട്ടെന്ന് ഉയർന്നു വന്നൊരു കാര്യവുമല്ല. വർഷങ്ങൾ, പതിറ്റാണ്ടുകളുടെ ചരിത്രം ഈ പദ്ധതിക്കുണ്ട്. പല അഭിപ്രായങ്ങളും, ഈ പാതയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, അവിടെയുള്ള വിവിധ മേഖലയിൽ ഉള്ള ആളുകളുടെ പഠനങ്ങൾ, ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലുള്ള അഭിപ്രായത്തിൽ രൂപീകരിച്ച് വന്ന പദ്ധതിയാണിത്. അങ്ങനെ ഒരു പദ്ധതി വന്ന് ആ പദ്ധതിക്ക് ബജറ്റിൽ ആദ്യ പണം നീക്കിവെക്കുകയും തുടർന്ന് പഠനങ്ങൾ നടത്തുകയും ചെയ്തു. ആ പഠനത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുള്ളവർ അനുമതി നൽകാതിരിക്കാൻ സുപ്രീം കോടതി വരെ നിയമവ്യവഹാരം നടത്തുകയും ചെയ്തിട്ടാണ് ഈ പദ്ധതി മുന്നോട്ട് പോയത്. പിന്നെയും തെറ്റിദ്ധരിപ്പിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് ഈ കാര്യങ്ങളെ ഉൾക്കൊള്ളേണ്ടത്? യെസ്, അതാണ് ശ്രീ ബേസിൽ പാറക്കുടി. സാധാരണ നമുക്കറിയാം, ഒരു ദുരന്തം വരുമ്പോൾ കേരളത്തിൻ്റെ ഒരു പൊതുവായ രീതി അങ്ങനെ രാഷ്ട്രീയപരമായ ആരോപണം ഉന്നയിക്കാറില്ല. പ്രത്യേകിച്ചും തുടക്കത്തിൽ ഇത് ഒരു ദുരന്തമുണ്ടായി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മുഖ്യമന്ത്രി VD സതീശനാണ് ആദ്യമായി ആരോപണം ഉന്നയിക്കുന്നത്. അതും മുൻ സർക്കാരിനെതിരെ. ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ, അതായത് കൃത്യമായ ഈ മാനദണ്ഡങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇത്തരമൊരു പദ്ധതി, തുരങ്കപാതയുടെ നിർമ്മാണവുമായി മുന്നോട്ട് പോയത്. അതിൽ എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തി എന്ന ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നു. അതിനുശേഷമാണ് CPM പോലും പിന്നീട് നേരിട്ട് സർക്കാരിനെതിരെ ഒരു കടന്നാക്രമണം നടത്തുന്നത്.
ഇന്ന് മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ഉന്നയിച്ചൊരു കാര്യം വളരെ ഗൗരവമുള്ളതാണ്. അതായത് ഈ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ സർക്കാർ നൽകിയില്ല, മുന്നൊരുക്കങ്ങൾ നടത്തിയില്ല എന്നത്. മാത്രമല്ല ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പറയുന്നു ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകി, അതായത് കരാറുകാർക്ക് നിർദ്ദേശങ്ങൾ നൽകി. പക്ഷേ ആ നിർദ്ദേശങ്ങൾ നൽകിയാൽ മാത്രം പോരല്ലോ, അത് നടപ്പാക്കേണ്ട ഉത്തരവാദിത്വം കൂടി സർക്കാരിനുള്ളതല്ലേ? യഥാർത്ഥ ദുരന്തത്തിൻ്റെ ഉത്തരവാദിത്വം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സർക്കാരിന് കഴിയുമോ ശ്രീ ബേസിൽ? അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ പറയുന്ന ഈ ദുരന്തത്തിൽ നിന്നും ഒരിക്കലും സർക്കാർ ഇതിൽ നിന്നും ഒളിച്ചോടുകയോ അല്ലെങ്കിൽ ഈ ദുരന്തം തലയിൽ കെട്ടിവെക്കുകയല്ല ചെയ്തത്. മറിച്ച് ഉണ്ടായിട്ടുള്ള അനാസ്ഥകൾ അത് 1 by 1 ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന വി.ഡി. സതീശൻ അത് ഇന്ന് പറഞ്ഞതോ ഇന്നലെ പറഞ്ഞതായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല. ഇതിനു മുമ്പും അദ്ദേഹം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും സോഷ്യൽ ഉൾപ്പെടെ നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ ഈ സാധനം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഈ പറയുന്ന സംഭവം ഇങ്ങനെയൊക്കെ ഇതിന്റെ പ്രിക്കോഷൻസ് ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. ഇതിന് ഇന്ന പഠനങ്ങൾ നടത്തണമെന്ന് കൃത്യമായിട്ട് എണ്ണം ഓരോന്നായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പോലും ഇതിനെപ്പറ്റിയുള്ള കൃത്യമായിട്ട് ക്ലാരിഫിക്കേഷൻ തന്നതൊക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ്. പിന്നെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ, ഇങ്ങനെ ഒരു വലിയ ദുരന്തം ഉണ്ടായി കഴിഞ്ഞപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ഇന്നത്തെ സർക്കാർ തികച്ചും പക്വപരമായിട്ടുള്ള, അതായത് എന്താണോ എടുക്കേണ്ട പ്രിക്കോഷൻ, അല്ലാതെ ഇന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന പിണറായി വിജയൻ പറയുന്ന പോലെ അല്ല, മറിച്ച് ഇന്ന് കേരളത്തിൽ എടുത്തിരിക്കുന്ന പ്രിക്കോഷൻ, അതായത് പദ്ധതി പ്രദേശത്തെ എല്ലാവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും അനുബന്ധ പ്രവർത്തനങ്ങളും എല്ലാ സുരക്ഷാ മുൻകരുതലുകളും സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതിന് കൊങ്കൺ റെയിൽവേ ഉറപ്പുവരുത്തണമെന്ന് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ ഏകദേശം ഒരു 15ഓളം തീരുമാനങ്ങൾ എടുത്തു. അതായത് നിലവിലുള്ള ഈ വന്നിരിക്കുന്ന മണ്ണ് ഈ പറയുന്ന ടാർപോളിന് ഉപയോഗിച്ച് മാറ്റുന്ന ഉൾപ്പെടെ അതിനെ അവിടെ സേഫ് ആക്കുന്ന ഉൾപ്പെടെ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ കനത്ത മഴ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കൂടുതൽ ശ്രദ്ധ നൽകാൻ എല്ലാ വിഭാഗം വകുപ്പുകൾക്കും പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ നൽകിക്കൊണ്ട് ഉണ്ടായ ദുരന്തത്തിൽ ഇത് ആദ്യമേ ഒരു സർക്കാർ പദ്ധതി ഏൽപ്പിക്കുമ്പോൾ അത് കുറെ കൂടെ പ്രിക്കോഷൻസ് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതിന് കൃത്യമായി മോണിറ്ററേഷൻ നടത്തണമായിരുന്നു എന്ന് അന്നേ ആര് പറഞ്ഞതാണ്? ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിട്ടുണ്ടായിരുന്ന വി.ഡി. സതീശൻ അന്ന് പറഞ്ഞതായിരുന്നു. അതിനുശേഷം വീണ്ടും ഇന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ഇന്നത്തെ സർക്കാർ ഈ കഴിഞ്ഞ സർക്കാരിന്റെ സമയത്തുള്ളതുപോലെയല്ല, മറിച്ച് ഇന്ന് കേരളത്തിലെ സർക്കാർ കൃത്യമായിട്ടുള്ള അവലോകനം നടത്തിക്കൊണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റും ചെയ്യേണ്ട അവരുടെ കൃത്യമായിട്ടുള്ള ഡ്യൂട്ടീസിനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് ആ പ്രിക്കോഷൻസ് എല്ലാം കൃത്യമായ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് പറയാതിരിക്കാനായിട്ട് വയ്യ. യെസ്, ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, നമുക്കറിയാം പ്രധാനമായും ഇത്തരമൊരു ദുരന്തം ഉണ്ടായിക്കഴിയുമ്പോൾ ഉള്ള ആശങ്ക ഇതൊരു വികസന പ്രവർത്തനത്തിന് ഇനി തടസ്സമാകുമോ എന്നാണ്. ഈ തുരങ്കപാത തൽക്കാലത്തേക്ക് നിർത്തിവെക്കാൻ നിർദ്ദേശമുണ്ട്. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. പല രീതിയിലുള്ള അന്വേഷണമുണ്ട്. അതിൽ ഇവിടെ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ക്രിമിനൽ കുറ്റം തന്നെയാണ്, ആരുടെ ഭാഗത്താണോ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ. കാരണം നിരവധി മനുഷ്യജീവനുകൾ അവിടെ പൊലിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ആരൊക്കെ പലരും മണ്ണിനടിയിലുണ്ട് എന്ന് തന്നെയാണ് അനുമാനം. ആ രീതിയിലുള്ള തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ദുരന്തം ഈ തുരങ്കപാതയുടെ അതിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തെ ബാധിക്കുമോ? അത് പൂർണ്ണമായും നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമോ? രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. നമ്മൾക്ക് ഏത് ദുരന്തമുണ്ടായപ്പോഴും നമ്മൾ ഓഖി ഉണ്ടായ മുതൽ, അതായത് 2014 ഡിസംബറിലുണ്ടായ സുനാമി മുതലാണ്, 2014 ഉണ്ടായ സുനാമി കഴിഞ്ഞപ്പോഴാണ് ദേശീയ തലത്തിൽ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി വരുന്നത്. 2005 വരുന്നത്. അതിനുശേഷം കേരളത്തിൽ നിരവധി വർഷങ്ങളിൽ നിരവധി ദുരന്തങ്ങളുണ്ടായി. ഓഖി ഉണ്ടായി, പിന്നെ അതുപോലെ ഇതുപോലത്തെ ദുരന്തമുണ്ടായി, പ്രളയമുണ്ടായി, ഒരുപാട് ദുരന്തമുണ്ടായി. പല ദുരന്തങ്ങളിലും നമ്മളെടുക്കുന്നൊരു കണക്ക് നല്ല രസകരമാണ്. ഇവിടെ എത്ര പേർ അടിയിലുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്കതൊരു സിസ്റ്റം ഫെയിലിയറായി നമുക്ക് പറയേണ്ടി വരും. ഇതുപോലെ തന്നെയായിരുന്നു ചൂരൽമലയിൽ. ഞാൻ പറയുന്ന ഒരു ഗവൺമെൻറ്റിനെ അല്ല പറയുന്നത്, നമ്മളൊരു സിസ്റ്റത്തെയാണ് നമ്മൾ നിരീക്ഷിക്കുന്നത്, അല്ലാതെ ഗവൺമെൻറ്റിനെ അല്ല. ഗവൺമെൻറ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സിസ്റ്റമാണ്. ഞാൻ പറയുന്നത് അല്ലാത്തൊരു മൊത്തം സിസ്റ്റമാണ് നമ്മൾ പറയുന്നത്. ചൂരൽമലയിൽ ഉണ്ടായപ്പോഴും കാണാതായവരെല്ലാം മരിച്ചു എന്ന് കണക്കാക്കുകയാണ്. അല്ലാതെ എത്ര പേർ കാണാതായി എത്ര പേർ മരിച്ചു എന്ന് നമുക്ക്
കണക്കെടുക്കാൻ പറ്റുന്നില്ല. ഇവിടെ തന്നെ തൊഴിലാളികൾ എത്ര പേർ തൊഴിൽ പങ്കെടുത്തു, അതിൽ എത്ര ബോഡി കിട്ടി, എത്ര പേർ ഹോസ്പിറ്റലുണ്ട്, ബാക്കി എത്ര എന്നറിഞ്ഞാൽ പിന്നെ തിരച്ചിലങ്ങ് നിർത്താം. പക്ഷേ അത് നമുക്ക് കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ വളരെ പ്രാകൃതമായിട്ടുള്ള നിർമ്മാണ രീതികളും അതിനേക്കാൾ പ്രാകൃതമായിട്ടുള്ള മാനേജ്മെൻറ്റുമൊക്കെയാണ് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. അന്യസംസ്ഥാന തൊഴിലാളികൾ വരുന്നു, അവർ രജിസ്റ്റർ ചെയ്യുന്നില്ല, അവരെത്ര പേരുണ്ടെന്ന് നമ്മൾ മോണിറ്റർ ചെയ്യുന്നില്ല ജോലിക്ക്. ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ രണ്ടാമത് എന്നോട് ചോദിച്ചത്, അപ്പോൾ കുറേ കൂടി വളരെ പ്രൊഫഷണൽ ആവണം എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. രണ്ടാമത് എന്നോട് ചോദിച്ചത് ഈ പദ്ധതി നിർത്തിവെക്കണോ അതിന് തുടരണോ എന്നുള്ളതാണ്. നമുക്കൊരു കാഷ്വാലിറ്റി ഉണ്ടായാൽ നമ്മൾ എന്താ ചെയ്യുക? കാഷ്വാലിറ്റി ഉണ്ടായാൽ അത് ഏത് കാര്യത്തിലായാലും ഒരു കാഷ്വാലിറ്റി ഉണ്ടായാൽ ഇപ്പോൾ ആരൊക്കെയാണോ ഈ പദ്ധതി പഠിച്ചിരിക്കുന്നത് അവരെക്കാൾ കുറച്ചുകൂടി എക്സ്പെർട്ടൈസുള്ള എക്സ്പീരിയൻസ് ഉള്ള ടെക്നിക്കലായിട്ടുള്ള ടീമിനെ കൂടി വരുത്തി ആ ടീം കൂടി ഈ പ്രോജക്റ്റ് ഒന്നുകൂടി റീവിസിറ്റ് ചെയ്ത്, പ്രോജക്റ്റ് റീവിസിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻറ്റൽ ആസ്പെക്റ്റ് ആണല്ലോ റീവിസിറ്റ് ചെയ്യുന്നത്, ആസച്ച് റീവിസിറ്റ് ചെയ്ത് ഇത് റീഡിസൈൻ ചെയ്യേണ്ടതാണെങ്കിൽ, റീഡിസൈൻ എന്ന് പറഞ്ഞാൽ അലൈൻമെൻറ്റ് മാറ്റണമെന്നല്ല, ബാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് ഏറ്റവും അടിയന്തരമായ കാര്യം. ഇത് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് ഈ കൂടുതൽ ഇതിൻ്റെ മുന്നോട്ടുള്ള യാത്ര എങ്ങനെയായിരിക്കണം, എത്ര റിസ്ക് ഉള്ളതാണ്, അല്ലെങ്കിൽ ഏത് തരത്തിലാണെന്നുള്ളതിനെ സംബന്ധിച്ച് കൂടുതൽ പറയാൻ കഴിയുക. അതുകൊണ്ട് ഒരിക്കൽ തുടങ്ങുന്നുമ്പോഴായിരുന്നെങ്കിൽ നമുക്ക് വേറെ കൺസെപ്റ്റ് ചർച്ച ചെയ്യാം. പക്ഷേ തുടങ്ങി പാതി വഴിയിൽ കൊണ്ടുവച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ തുടങ്ങി കുറച്ചങ്ങോട്ട് പോയ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് നമ്മളിനെ തുടങ്ങണോ വേണ്ട എന്നുള്ള ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. ഇത് റീവിസിറ്റ് ചെയ്യണം പ്രോജക്റ്റ്. അത് റീവിസിറ്റ് ചെയ്യേണ്ടത് കുറച്ചുകൂടി മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചാണ്. ശ്രീ സജീഷ് ഇവിടെ പറഞ്ഞ് പഠനങ്ങൾ നേരത്തെ CPM പ്രതിനിധി SK സജീഷ് താങ്കൾ ഉന്നയിച്ച ആരോപണത്തെ പൂർണ്ണമായും തള്ളുന്നുണ്ടായിരുന്നു. അതായത് കൃത്യമായും പഠനങ്ങൾ നടത്തി പദ്ധതി നടപ്പാക്കിയതെന്ന്. സജീഷ് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രശ്നമുണ്ട് അവിടെ, അത് ഞാനിപ്പോൾ പറയാം. ഈ പഠനം നടത്തുന്ന സംവിധാനം തന്നെ ഈ രാജ്യത്ത് പൊളിച്ചെഴുതേണ്ട സമയം കഴിഞ്ഞു. എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് പഠനം നടത്തുന്ന സംവിധാനം തന്നെ പൊളിച്ചെഴുതേണ്ട, ഈ രാജ്യത്തും സംസ്ഥാനത്തും പൊളിച്ചെഴുതേണ്ട സംവിധാനവും സമയവും കഴിഞ്ഞു. കാരണം അവിടെ മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ആളുകൾ നടത്തേണ്ടുന്ന പഠനത്തിൽ ലാബ്സ് ഉണ്ടെന്ന് ആ പഠന സമയത്ത് തന്നെ ഇവിടെ ലേഖനങ്ങൾ വന്നിട്ടുണ്ട്, ഇവിടെ പത്രങ്ങളിൽ വന്നിട്ടുണ്ട്, ചാനലുകളിൽ വന്നിട്ടുണ്ട്, ഇവിടെ വലിയ വർത്തമാനം നടന്നിട്ടുണ്ട്. അത് വെറുതെ ഒരു ഡിസ്കഷൻ നടക്കാതെ പോയൊരു പ്രോജക്റ്റ് അല്ല. വളരെ വലിയ ഡിസ്കഷൻ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ, ടെക്നിക്കൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ ആ പ്രോജക്റ്റിനെതിരെ വന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വന്നപ്പോൾ എന്നാൽ അതെന്താണെന്ന് കൂടി അഡ്രസ്സ് ചെയ്യാനുള്ള ശ്രമം നടന്നില്ല എന്നുള്ളതൊരു ആക്ഷേപമാണ്. ആ ആക്ഷേപം നിലനിൽക്കുകയാണ്, ഇപ്പോഴും നിലനിൽക്കുകയാണ്. പിന്നെ കോടതിയിൽ പോയി ഇത് പറഞ്ഞില്ലേ, ചീഫ് ജസ്റ്റിസ് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ, കോടതി എന്ന് പറഞ്ഞാൽ ഞാൻ LLB കൂടെ പഠിച്ചിട്ടുണ്ട്, സജീഷ് പഠിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. കോടതിയിൽ എന്താ സംഭവിക്കുക? അവിടെ വരുന്ന ഫാക്ട്സും ഫിഗേഴ്സും അവിടുത്തെ വക്കീലിൻ്റെ എമിനൻസും അവിടുത്തെ വാദത്തിൻ്റെ എമിനൻസും ഒക്കെ വെച്ചിട്ട് കോടതി വിധികൾ പലതും വരും. അത് വെച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ കോടതി വിധി അവസാന വാക്കായിട്ട് പറയരുത്. അതേസമയം കോടതിയെ നിഷേധിക്കലല്ല ഞാൻ ചെയ്യുന്നത്. നമ്മുടെ പ്രശ്നം എന്താണ്? ഒരു പദ്ധതി വരുന്നു, അത് സാങ്കേതികമായി പഠിച്ചതിൽ പിഴവുണ്ടെന്ന് വേറെ കുറേ സാങ്കേതിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ആ ചൂണ്ടിക്കാണിച്ചവർ എന്താണ്, വേറെ എന്തെങ്കിലും താല്പര്യം വെച്ചിട്ടാണോ ചൂണ്ടിക്കാണിക്കുന്നത്? പദ്ധതി വേണ്ടാന്നുള്ള താല്പര്യത്തിലല്ല ചൂണ്ടിക്കാണിക്കുന്നത്. ആ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മുടെ ഒരു ലാക്കുണയാണ്. എല്ലാ ഭാഗത്തുള്ളവരും, ഏത് ഗവൺമെൻറ് ആയാലും അത് അഡ്രസ്സ് ചെയ്യണം. അങ്ങനെ അഡ്രസ്സ് ചെയ്യുമ്പോഴാണ്, ഇപ്പം ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. വയനാട് പ്രകൃതി സംരക്ഷണ സമിതി അവർ വലിയൊരു സന്നാഹമാണ്, 10-40 വർഷമായിട്ട് അവിടെ പ്രവർത്തിക്കുന്നവരാണ്. അവരൊരു ആശങ്ക പറഞ്ഞു ആശങ്ക അഡ്രസ്സ് ചെയ്യണ്ടേ? അഡ്രസ്സ് ചെയ്യുമ്പോഴാണ് പിന്നെ അതിനാവശ്യമുള്ള ടെക്നിക്കലായിട്ട് കൂടുതൽ നോക്കേണ്ടി വരും, ഫീസിബിലിറ്റി കൂടുതൽ നോക്കേണ്ടി വരും. അങ്ങനെ നോക്കുന്ന ഒരു കൾച്ചർ നമുക്കില്ലെന്നാണ് എൻ്റെ വാദം. അല്ല ഞാനൊരു ഗവൺമെൻറ് ചെയ്തത് കൊള്ളാമോ തെറ്റോ ശരിയോ എന്ന് ഇവിടെ ഇരുന്ന് പറയുന്നതല്ല ഞാൻ ചെയ്യുന്നത്. അപ്പം നമ്മുടെ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻ്റ് എന്ന് പറയുന്നത് തന്നെ ഞാൻ പറഞ്ഞു 1200-1000 പേജുള്ളൊരു നോട്ട്, ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയാൽ പിന്നെ വൺ ടൈം ക്ലിയറൻസ് ആണ്. പിന്നെ അത് ആരും കാണുന്നുമില്ല. ഈ ബഹുജന ചർച്ചയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ബഹുജന ചർച്ച എവിടെയെങ്കിലും സജീഷ്, ഞാൻ പങ്കെടുത്തിട്ടുള്ളതുകൊണ്ട് പറയുന്നു, ശ്രീ സജീഷ് ഇതുപോലെ നടക്കുന്ന എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് റിപ്പോർട്ട് വരുന്ന ബഹുജന ചർച്ചയിൽ ഒന്ന് പങ്കെടുക്കണം. സജീഷ് പങ്കെടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പങ്കെടുക്കണം. അവിടെ നടക്കുന്ന ഒരു ചടങ്ങ് മാത്രമാണ്. ആ ചടങ്ങിന് ആളുകൾ കുറേ കാര്യങ്ങൾ, അഭിപ്രായവും ആവലാതിയൊക്കെ പറയും. അതെല്ലാം ആരെങ്കിലും നോട്ട് ചെയ്തെടുക്കും, അത് ആ റിപ്പോർട്ടിൻ്റെ ഒരു പാർട്ടിൽ ചേർക്കും. അതിൻ്റെ ഇന്ന പരിഹാരം ഉണ്ടെന്ന് വേറൊരു പാർട്ടിൽ പറയും. പിന്നെ ഇതൊക്കെ നടപ്പിലാക്കിയോ, ഇത് ചെയ്തോ? പിന്നെ അതുപോലെ ഞാൻ ഉദാഹരണം പറയാം. ഇവിടെ തന്നെ ശ്രീ സജീഷ് പറഞ്ഞെന്താണ്, കാലാവസ്ഥ മോണിറ്റർ ചെയ്യുന്നതിനുള്ള സംവിധാനം അവിടെ ഉണ്ടെന്നാണ്. എവിടെയാണെന്ന് ശ്രീ സജീഷ് എനിക്കൊന്ന് പറഞ്ഞെന്നാൽ നന്നായിരുന്നു. ഈ മേപ്പാടിക്കടുത്ത് എത്ര സ്റ്റേഷനാണ് ഇതുമായി ബന്ധപ്പെട്ട് നോക്കണമെന്ന് റിപ്പോർട്ടിലുള്ളത്, അത്രയും സ്റ്റേഷൻ അവിടെ ഉണ്ടോ? അപ്പോൾ റിപ്പോർട്ടിൽ തന്നെ
ഗവൺമെൻറ് വെച്ചിട്ടുള്ള സാങ്കേതിക വിദഗ്ധരും എക്സ്പേർട്ടുകളും പറഞ്ഞ കാര്യവും അവിടെ നടക്കുന്നില്ലെന്നേ. പദ്ധതിയുടെ തുടക്ക സമയത്തുള്ള അതില്ലെന്നേ. അപ്പോൾ അത് ഉണ്ടായാലല്ലേ പ്രൊഫഷണലാവുന്നത്. അപ്പോൾ ഇല്ലാത്തത് ഉണ്ടെന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ പോകരുത്. വളരെ പ്രൊഫഷണലാണ്. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട് നമുക്കിവിടെ. വലിയ വലിയ പ്രോജക്റ്റുകൾ എടുക്കുന്ന ഏതൊരു ഏജൻസിയും ആ പ്രോജക്റ്റിനെ കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്ത് കമ്പാർട്ടുകളാക്കി പീസാക്കിയിട്ട് വർക്കുകൾ റീടെൻഡർ ചെയ്യുകയും സബ്ലെറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ സബ്ലെറ്റ് ചെയ്ത് അവസാനം എടുക്കുന്ന ഏജൻസി അത്ര പ്രൊഫഷണലൊന്നും അല്ല അവിടെ പണിയുന്നത്. അവിടെ ആയാലും എല്ലാ പ്രൊജക്റ്റും തന്നെ സ്ഥിതി. അത് പണിയുന്നത് സാധാരണ ആളുകളാണ്, അത്ര പ്രൊഫഷണൽ ആളുകളൊന്നും അല്ല. വർക്ക് എടുത്തിരിക്കുന്ന ഏജൻസി കൊങ്കൺ റെയിൽവേ വളരെ പ്രൊഫഷണലാണ്, സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളുള്ള ഏജൻസിയാണ്, ഒക്കെയാണ് അവരങ്ങനെയാണ് എടുത്തത്. ഓക്കെ. പക്ഷേ അവരൊരു കമ്പനി ഏൽപ്പിക്കുന്നു. കമ്പനി വർക്കുകൾ ഇങ്ങനെ സബ്ലെറ്റ് ചെയ്ത് പോകുമ്പോൾ ഈ ക്വാളിറ്റി അഷുറൻസ് നോക്കുന്നതിൽ വലിയ പ്രശ്നമുണ്ട് സജീഷ് സാറേ. അതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ആരെയും കുറ്റം പറയല്ല. ദേശീയപാത നിർമ്മാണത്തിൽ നമ്മളിത് കണ്ടതാണ്. പല കാര്യങ്ങളും നമ്മൾ കണ്ടു. മുല്ലപ്പെരിയാർ ഡാം പണിതപ്പോൾ കുറച്ച് പേര് മരിച്ചുപോയി. പക്ഷേ അന്ന് ഒരു സാങ്കേതികവിദ്യയില്ല, അന്ന് ചെറിയ സാങ്കേതികവിദ്യയേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ അതല്ല, അൾട്രാ മോഡേൺ സാങ്കേതിക വിദ്യകളുണ്ട്. AI കാലമാണ്. നമുക്കെല്ലാം ഒരു സ്ഥലത്തിരുന്ന് മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന കമ്പ്യൂട്ടർ മോഡലിംഗ് ഉള്ള കാലമാണ്. അത് നടക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വലിയ ആക്ഷേപം. അത് കഴിഞ്ഞ പ്രാവശ്യവും നടന്നില്ല, ഇപ്രാവശ്യം നടക്കുന്നില്ല. ഒരു പദ്ധതികളിലും നമുക്ക് ആ ഒരു അൾട്രാ മോഡേൺ പ്രൊഫഷണലിസം കൊണ്ടുവരാൻ പറ്റാത്തതിൻ്റെ പ്രശ്നവും, ആരെങ്കിലും എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ ആ ചൂണ്ടിക്കാണിക്കുന്നത് അഡ്രസ്സ് ചെയ്യാതെ പോകുന്ന പ്രശ്നമുണ്ട്. ബാക്കി കിട്ടുന്നതും ഒക്കെ കിട്ടും, പദ്ധതികൾക്ക് ആനുകൂല്യം കിട്ടും, പിന്നെ സൗകര്യങ്ങൾ കിട്ടും, കോടതി ചിലപ്പോൾ വിധി പറയും, എല്ലാം ശരിയാണ്. പക്ഷേ ആശങ്കകളായി അവിടെ നിൽക്കും, പരിഹരിക്കേണ്ടത് പരിഹരിക്കാതെ അവിടെ നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രി തന്നെ ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം തീർച്ചയായും ശ്രീ SK സജീഷ് അദ്ദേഹത്തിനുള്ള മറുപടി, സുഭാഷ് ചന്ദ്രബോസിനുള്ള മറുപടി, അതോടൊപ്പം തന്നെ ഈ ഒരു പദ്ധതി ഇപ്പോൾ തൽക്കാലത്തേക്ക് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെച്ചിട്ടുണ്ട്, അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, വിവിധ അന്വേഷണ ഏജൻസികളൊക്കെയാണ് അന്വേഷിക്കാനായി വരുന്നത്. ഇത് സ്വാഭാവികമായും CPM ഇടതു സർക്കാരിൻ്റെ കാലത്തെ ഈ രീതിയിലുള്ള മാനദണ്ഡങ്ങൾ ലംഘിച്ചുള്ള ഈ കരാറ്, ഈ പദ്ധതി ഇതടക്കം പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം താങ്കളുടെ ഒരു, പ്രത്യേകിച്ച് CPMൻ്റെ ഒരു ഇടതുപക്ഷത്തിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? ഇങ്ങനൊരു നിർത്തിവെക്കേണ്ട സാഹചര്യമുണ്ടോ? കാരണം ഇത് തുരങ്ക നിർമ്മാണമാണ് ഈ മണ്ണിടിച്ചിലിന്, ഈ ഒരു ദുരന്തത്തിന് കാരണമായതെന്ന് പൂർണ്ണമായും കരുതാൻ കഴിയില്ല. പക്ഷേ എങ്കിൽ പോലും അത് വേണ്ട രീതിയിൽ അതിൻ്റെ നിർമ്മാണത്തിൽ ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ നിർദ്ദേശങ്ങൾ പാലിച്ചില്ല എന്നതൊരു വസ്തുത തന്നെയാണ്. ഇത് പൂർണ്ണമായി ഒരു തൽക്കാലത്തേക്ക് ഇത് നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ? ഇത് നമുക്കറിയാം, എത്രയും വേഗം ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ അത്രയും വേഗം അത് ജനങ്ങൾക്കായിരിക്കും, ജനങ്ങളാണ് അതിൻ്റെ ഗുണഭോക്താക്കൾ. അങ്ങനെ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടോ? ഒരു കാര്യം നേരത്തെ ഇവിടെ ശ്രീ സുഭാഷ് ചന്ദ്രബോസ് സൂചിപ്പിച്ച ചില കാര്യങ്ങൾ മറുപടി പറഞ്ഞു പോകേണ്ടതാണ്. ഒന്ന്, അദ്ദേഹം ലാഘവത്തോടു കൂടിയാണ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, രാജ്യത്ത് നിലനിൽക്കുന്ന ഇന്നത്തെ സംവിധാനം പ്രശ്നമാണെങ്കിൽ ബോധ്യപ്പെടുത്തേണ്ടത് രാജ്യത്തെ നിയമ സംവിധാനങ്ങളെയാണ്. നിയമ സംവിധാനങ്ങളിൽ അതിൻ്റെ പരിശോധന നടക്കുന്നു. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതി. ആ സുപ്രീം കോടതിയിലെ തന്നെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഇത് പരിശോധിച്ചത്. അദ്ദേഹം പറയുകയാണ്, കയ്യിൽ കിട്ടുന്ന, അദ്ദേഹം അഡ്വക്കേറ്റാണ്, കയ്യിൽ കിട്ടുന്ന കുറച്ച് കണക്കും കടലാസും പരിശോധിച്ച് വിധി പറയുന്ന സ്ഥലമാണ് സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ അത് കോടതിയെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. കോടതി ഈ കാര്യങ്ങൾ പരിശോധിച്ച് കോടതി വിധി അവസാന വാക്കല്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അത് ഈ കാര്യത്തിൽ പരിശോധനയിൽ അവസാനത്തെ വാക്ക് തന്നെയാണ് കോടതി വിധിയിൽ. അപ്പോൾ നമുക്ക് മുല്ലപ്പെരിയാർ വിഷയം വരുമ്പോൾ കോടതി അവിടെ വിധി പറയുന്നില്ലേ? കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ലേ? പല പരിസ്ഥിതി വിഷയങ്ങളിലും തീരുമാനമെടുക്കുന്നില്ലേ? ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ കാണേണ്ടതുണ്ട്. അതിന് സുപ്രീം കോടതിയെ പോലും തള്ളുകയാണ്. തള്ളുമ്പോൾ സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് വരുന്ന ഈ പരിശോധനാ സംവിധാനങ്ങളെല്ലാം മോശമാണ് എന്ന് രാജ്യത്ത് കുറെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതുകൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞ ഒരു വ്യക്തമായ കാര്യമുണ്ട്. അത് അനുമതി നൽകിയ കേന്ദ്ര സംവിധാനം, അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ റബ്ബർ സ്റ്റാമ്പ് അല്ല എന്നാ പറഞ്ഞത്. പരിശോധിച്ചിട്ട് തന്നെയാണ് ഇത് നൽകുന്നത് എന്നാ സുപ്രീം കോടതി പറഞ്ഞത്. സുപ്രീം കോടതി അങ്ങനെയാണെങ്കിൽ ഒരു പരിശോധനയില്ലെങ്കിൽ ഇത് ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന പദ്ധതിയാണ്, വന്യജീവികളെ ബാധിക്കുന്നില്ല, വയനാടിന്റെ ജീവരേഖയാണ് ഈ പദ്ധതി എന്നെല്ലാം എന്തിനാണ് വിധിയിൽ സുപ്രീം കോടതി പരാമർശിക്കുന്നത്? ഈ കേസ് നൽകിയ ആളുകൾ സുപ്രീം കോടതിയിൽ പറഞ്ഞല്ലോ, വയനാട് ദുരന്തത്തെക്കുറിച്ച് പറഞ്ഞു. ആ ദുരന്തത്തെക്കുറിച്ചും അറിയാം എന്ന് ഈ വിധിക്കകത്തുണ്ട്.
എന്നിട്ടും തെറ്റായ രീതിയിൽ കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അതിന് നമുക്ക് വേറെ മറുപടിയൊന്നും പറയാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അദ്ദേഹം പറയുകയും ചെയ്യുകയും ചെയ്യുന്ന ചില രീതികളുണ്ട്. അദ്ദേഹത്തിന് കളവ് പറയുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. അതാണ് വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടു. ജൂൺ 5-ാം തീയതി ദേശാഭിമാനിയാണ് ഈ കാര്യം ആദ്യം പുറത്തുവിട്ടതെന്ന് ആധികാരികമായി പത്രമുയർത്തി അദ്ദേഹം പറയുകയാണ്. എങ്ങനെ ഈ വിവരം കിട്ടിയെന്ന ചോദ്യം ഉയർത്തുകയാണ്. ജൂൺ 3-ന്റെ മാതൃഭൂമിയും അത് ജൂൺ 1-ന്റെ മറ്റു പത്രങ്ങളിലുമെല്ലാം ഇത് വന്നു എന്ന വസ്തുത പുറത്തേക്ക് വരുമ്പോൾ താനൊരു കളവാണ് പറഞ്ഞത്, ജനങ്ങളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കേണ്ട ആളല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നെങ്കിലും അദ്ദേഹത്തിന് ധാരണയുണ്ടാകണ്ടേ. അതേ രീതിയിൽ തന്നെയാണ് അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ഇവിടെ ഏകോപനം, ബെക്കാഡിയിൽ ഉണ്ടായ ഏകോപനം ഇതിലുണ്ടായില്ലല്ലോ. 2.5 മണിക്കൂർ കൊണ്ട് 3 വർഷം പുറത്തേക്ക് കാണാത്ത ഫയൽ എല്ലാ ടേബിളിലൂടെയും കടന്നുപോയിട്ട് അതിൽ ഒപ്പിട്ട് ബജറ്റിലേക്ക് കൊണ്ടുവന്ന് മദ്യമൊഴുക്കാനുള്ള തീരുമാനമെടുക്കുന്നതിൽ എല്ലാ ഏകോപനവും ഈ മുഖ്യമന്ത്രിക്ക് നടത്താൻ വേണ്ടി പറ്റിയല്ലോ. എന്നാൽ എന്തേ ഈ കാര്യത്തിൽ നടന്നില്ല? ഇവിടെ യോഗം നടന്നപ്പോൾ നേരത്തെ ശ്രീ സുഭാഷ് ചന്ദ്രബോസ് തന്നെ സൂചിപ്പിച്ചല്ലോ, പൊതുമരാമത്ത് യോഗത്തിൽ മിനിറ്റ്സിന്റെ നമ്പർ 2 പ്രകാരം എല്ലാ ദിവസവും മഴയുടെ അളവ് പരിശോധിക്കാൻ DEOC, DDMA, ADM എന്നിവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സ്ഥലത്ത് സ്ഥാപിച്ച ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ ഉപകരണങ്ങൾ വഴി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ഈ വിവരം ലഭ്യമാക്കാൻ കരാർ കമ്പനിയെ ചുമതലപ്പെടുത്തിയിരുന്നു. 3 വകുപ്പിൽ ഏതെങ്കിലും ഒരു വിഭാഗം ഈ കാര്യം കൃത്യമായി വിലയിരുത്തണം എന്നും തീരുമാനിച്ചിരുന്നു. ഇത് നടന്നോ എന്ന് പരിശോധിക്കണ്ടേ? ഇത് നടന്നില്ല എന്നുള്ളത് നമ്മൾ കാണണ്ടേ? അവിടെ അങ്ങനെ ഒരു ഉപകരണം ഇല്ല എന്ന് സ്ഥാപിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഇതിന് ചുമതല നൽകിയിട്ടുണ്ട്. യോഗത്തിന്റെ മിനിറ്റ്സിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇല്ലാത്തൊരു ഉപകരണം പരിശോധിക്കാൻ പൊതുമരാമത്ത് ഒരു യോഗത്തിൽ ചുമതല കൊടുക്കുമോ? അങ്ങനെ ചുമതല കൊടുക്കാൻ വേണ്ടി കഴിയുമോ? ഇല്ലാത്ത വായുവിൽ ഒരു ഉപകരണമുണ്ട്, ആ ഉപകരണം പരിശോധിച്ച് റിപ്പോർട്ട് തരണമെന്ന് ഉദ്യോഗസ്ഥന്മാർക്കും വകുപ്പിനും അത് മോണിറ്റർ ചെയ്യാൻ വേണ്ടി, അത് കൃത്യമായി നൽകാൻ വേണ്ടി കരാർ കമ്പനിയും ചുമതലപ്പെടുത്തി. ആ റിപ്പോർട്ട് കിട്ടിയിട്ടാണോ നിങ്ങൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്? അതല്ലേ ചോദ്യം. ആ റിപ്പോർട്ടിനകത്ത് 266 മില്ലിമീറ്റർ മഴ പെയ്യുന്നു. ദേശീയ തലത്തിൽ തന്നെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ മാനദണ്ഡപ്രകാരം 204.4 മില്ലിമീറ്റർ മഴ പെയ്താൽ തന്നെ അതിതീവ്ര മഴയായി. അതിനേക്കാൾ കൂടുതൽ മഴ പെയ്തിട്ടും എന്തേ യെല്ലോ അലർട്ടായി പോയി? അപ്പോൾ അവിടെ ഉപകരണമില്ല എന്നാണോ പറയുന്നത്? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആരെയാണ് നമുക്ക് സംരക്ഷിക്കാനുള്ളത് എന്ന് ആലോചിക്കുക. നമുക്ക് ആവശ്യം സങ്കുചിതമായ പരിസ്ഥിതിവാദമല്ല. പരിസ്ഥിതിയിൽ ഇടപെട്ടുകൊണ്ടാണ് മനുഷ്യ സമൂഹം വളർന്നു വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവരെന്തുകൊണ്ട് ഇതിനെ എതിർക്കുന്നു, ഇപ്പോൾ എന്തുകൊണ്ട് രാഷ്ട്രീയ പ്രയോഗം നടത്തുന്നു എന്ന് വെച്ചാൽ അത് അവരുടെ രീതിയാണ്. അതിൽ നമുക്ക് ഓർമ്മയില്ല ഇപ്പോഴത്തെ മന്ത്രിയായ ശ്രീ KM ഷാജി പറഞ്ഞത്. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. ഏത് കോവിഡ് വന്നാലും ഏത് പ്രളയം വന്നാലും വെള്ളം നിന്നാലും മൂക്കിനറ്റം വെള്ളമെത്തിയാലും ഞങ്ങൾ രാഷ്ട്രീയത്തിൽ നിന്ന് പുറകോട്ട് പോകില്ല, ഞങ്ങൾ പൊളിറ്റിക്സ് പറയും എന്നാ പറഞ്ഞത്. അതായത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് ഘട്ടത്തിലും രാഷ്ട്രീയ ലക്ഷ്യമാണ് എന്ന് പ്രഖ്യാപിച്ചയാൾ ഈ മന്ത്രിസഭയിലുണ്ട്. അവരാണ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ കാണണ്ടേ? ഇവർ പറഞ്ഞത് എന്തെങ്കിലും പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണോ? അങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ ദേശീയപാത 66 കേരളത്തിനുണ്ടാകുമായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഗെയിൽ പദ്ധതി ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇടമൺ കൊച്ചി പവർ ഹൈവേ ഉണ്ടാകുമായിരുന്നില്ല. ഇപ്പോൾ തന്നെ പവർ കട്ട് ആണ്. നമ്മൾ അതിതീവ്ര മഴയെക്കുറിച്ച് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിന്റെ വൈദ്യുതി മന്ത്രി മഴ പെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ പവർ കട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മറ്റൊരു വസ്തുത നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അപ്പൊ ഈ പദ്ധതികളെല്ലാം പൂർത്തീകരിച്ചു. മലയോര പാതയും അതുപോലെ തന്നെ തീരദേശ പാതയും ഉൾപ്പെടെയുള്ള കേരളത്തിലെ ജനങ്ങൾ നാം ഇവിടെ ജീവിക്കുന്നു. ഇവിടെ ഒരു ആധുനിക സമൂഹത്തിൽ ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടണം. എന്നാൽ മാത്രമേ വരും തലമുറയ്ക്ക് ഉൾപ്പെടെ ഇവിടെ അതിജീവിച്ച് ജീവിച്ചു പോകാൻ വേണ്ടി കഴിയൂ. അതിന് പരിസ്ഥിതി ഉൾപ്പെടെ അതിന്റെ നിയമങ്ങൾക്കും അതിന്റെ ചട്ടങ്ങൾക്കും ചെയ്യേണ്ട കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് തന്നെയാണ് ചെയ്തു പോയിട്ടുള്ളത്. രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി എന്ന് അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഈ തുരങ്ക നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ട്. അത് പരിസ്ഥിതി ലോല പ്രദേശമാണ്, പാരിസ്ഥിതികമായ പ്രശ്നങ്ങളുണ്ട് എന്ന റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് മറച്ചു വെച്ചു എന്നാണ് പ്രധാനമായും ആരോപണം ഉന്നയിക്കുന്നത്. പക്ഷേ ഇന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് അങ്ങനെ ഒരു റിപ്പോർട്ട് ആരെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞ സർക്കാരിനില്ല, അതിൻ്റെ ഉത്തരവാദിത്തം ആരാണോ മറച്ചു വെച്ചത് അവർക്കാണെന്നാണ്. എങ്ങനെ ഈ കഴിഞ്ഞ സർക്കാരിന് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? കാരണം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, പാരിസ്ഥിതികമായ പ്രശ്നമുണ്ട് എന്ന് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് വരെയും ബോധ്യപ്പെട്ടതാണ്. പക്ഷെ അത് പൂർണ്ണമായും മറച്ചു വെച്ച സാഹചര്യമാണ് ഉണ്ടായത്. അതിൽ നിന്ന് എങ്ങനെ കഴിഞ്ഞ സർക്കാരിന് ഒഴിഞ്ഞു മാറാൻ കഴിയും ശ്രീ SK സജീഷ്?
ഒരു കാര്യം നമ്മൾ ഭാവനയിൽ നിന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ആ നിലയിൽ ചർച്ച ചെയ്യുകയും ചെയ്താൽ ഒരു പ്രശ്നമുണ്ട്. ഏതെങ്കിലും രീതിയിൽ ഇവിടെ ഈ പദ്ധതി പറ്റില്ല എന്ന റിപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ റിപ്പോർട്ട് ഹാജരാക്കേണ്ടിയിരുന്നത് കേരളത്തിന്റെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലായിരുന്നു. ആ ഡിവിഷൻ ബെഞ്ച് പരിശോധിച്ചിരുന്നല്ലോ. അവിടെ വാദങ്ങൾ നടന്നിട്ടില്ലേ? ആ വാദങ്ങളിൽ ഇവരെല്ലാവരും കൂട്ടത്തോടെ ഇടപെട്ടിട്ടില്ലേ? അതിനുശേഷം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ പറഞ്ഞ കേന്ദ്ര പരിസ്ഥിതി അനുമതിയും സംസ്ഥാന പരിസ്ഥിതി അനുമതിയും എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ടില്ലേ? എന്നിട്ടല്ലേ അനുകൂലമായ വിധി ഉണ്ടായത്, പദ്ധതി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്? അവിടെ ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തിന്റെ മുന്നിൽ ഈ പറഞ്ഞ കടലാസ് എത്തിക്കാൻ ഇവർക്കാർക്കും കഴിഞ്ഞിട്ടില്ലേ? അതിന് ആ കോടതിക്ക് മുന്നിൽ ഇത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ലേ? ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചില്ല. ഇവർക്കാവാവുന്നതെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ ചൂണ്ടിക്കാണിച്ചതിൽ വയനാടുണ്ടായ ദുരന്തം ഉൾപ്പെടെയുള്ള കാര്യത്തിന്റെ വിവരണം ഉൾപ്പെടെ കോടതിക്ക് കൊടുത്തു. അപ്പോഴാണ് സുപ്രീം കോടതി പറഞ്ഞത് അത് ഞങ്ങൾക്കറിയാം. ഈ പറഞ്ഞ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പറഞ്ഞ അനുമതിയെല്ലാം നൽകുന്ന സംവിധാനങ്ങൾ മോശമാണ് എന്ന് അവതരിപ്പിച്ചു. അപ്പോഴാണ് സുപ്രീം കോടതി പറഞ്ഞത് അനുമതി നൽകിയ കേന്ദ്ര സമിതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ റബ്ബർ സ്റ്റാമ്പ് അല്ല എന്നാണ് പറഞ്ഞത്. റബ്ബർ സ്റ്റാമ്പ് അല്ല, സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സംവിധാനമാണ് എന്ന് പറഞ്ഞിട്ടില്ലേ? ഇത് വയനാടിന്റെ ജീവരേഖയാണ് എന്ന് സുപ്രീം കോടതി എന്തിനാണ് വിധിയിൽ എഴുതി വെച്ചത്? അപ്പൊ ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തെ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത കാര്യം ഈ ചാനൽ ചർച്ചയിൽ വന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി കഴിയും എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ. നമുക്കിവിടെ എന്തും പറയാം, ഞാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാം, കയ്യടി വാങ്ങാം, ഒക്കെ ചെയ്യാം. പക്ഷേ അഭിപ്രായമോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടെങ്കിൽ ഇവർ അവതരിപ്പിക്കേണ്ടത് നിയമവ്യവസ്ഥയിലായിരുന്നു. ആ ഇന്ത്യയിൽ സാധ്യമായ എല്ലാ നിയമവ്യവസ്ഥയിലും ഇത് പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഉന്നയിച്ച എല്ലാ പോയിന്റുകളും പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടെന്തേ സുപ്രീം കോടതി വ്യത്യസ്തമായൊരു വിധി വിധിച്ചു? ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ അധ്യക്ഷനായ ബെഞ്ചായിരുന്നല്ലോ ആ വിധി പുറപ്പെടുവിച്ചത്. അപ്പോൾ ഇതെല്ലാം ലക്ഷ്യത്തോടു കൂടിയാണ് എന്നും ആ ലക്ഷ്യത്തെ ആ നിലയിൽ തന്നെ കാണണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇവിടെ കോൺഗ്രസ് പ്രതിനിധി മറുപടി പറയേണ്ട 1-2 ചെറിയ പോയിന്റ് ഉണ്ട്. എന്തുകൊണ്ട് ഇവിടെ 266 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തിയിട്ടും യെല്ലോ അലർട്ടായി പോയി എന്ന് പറയണ്ടേ? അതുപോലെ തന്നെ എന്തുകൊണ്ട് മണ്ണ് നീക്കണമെന്ന്, അടിയന്തരമായി നീക്കണമെന്ന് ജൂൺ 20-ാം തീയതി യോഗത്തിൽ തീരുമാനിച്ചിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടും ആ പ്രവൃത്തി നടക്കാതിരുന്നത്? ഇവിടെ മണ്ണ് നീക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ പൊതുമരാമത്ത് സെക്രട്ടറിയും എന്തേ വ്യത്യസ്ത അഭിപ്രായം പറയുന്നു? തന്നിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി തന്റെ ചുമതലയല്ല ഇത് എന്ന് എന്തുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറയുന്നു? ഇത്തരം ചോദ്യങ്ങൾ നിലനിൽക്കുകയല്ലേ? മിനിറ്റ്സ് പരിശോധിച്ചാൽ പൊതുമരാമത്ത് വകുപ്പിനാണ് ഇതിന്റെ പൂർണ്ണ ചുമതല എന്ന് കാണാൻ വേണ്ടി കഴിയില്ലേ? ഇപ്പോ ഇതിന്റെ പ്രൊഫഷണൽ രീതികളെ കുറിച്ച് ഉൾപ്പെടെ ഇവിടെ ചർച്ചയിൽ സൂചിപ്പിക്കുകയുണ്ടായി. കൊങ്കൺ റെയിൽവേ പോലെയുള്ള ഒരു സംവിധാനം ഈ രാജ്യത്തെ സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതായത് മഴ പെയ്യുമെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു. അവിടെ യെല്ലോ അലേർട്ടാണ് നൽകിയത്. അവിടെ കൃത്യമായ ദുരന്ത നിവാരണ അതോറിറ്റി ഇടപെട്ടില്ല, സർക്കാർ നിർദ്ദേശം നൽകിയില്ല, അവിടെ ജനങ്ങൾക്ക് അവിടെ ഒരു മുന്നറിയിപ്പ് നൽകിയില്ല. ഒരുപക്ഷെ ഇത്രയധികം മനുഷ്യജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ അനാസ്ഥയല്ലേ ഇത്? അതായത് നമ്മള് ഇപ്പൊ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകും. കൃത്യമായിട്ട് ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ദുരന്തം സംഭവിച്ചതിന് ശേഷം വകുപ്പ് മന്ത്രിമാർ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത അല്ലെങ്കിൽ എടുക്കേണ്ട പ്രിക്കോഷൻസ് എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞപ്പോൾ കേരളത്തിലെ എല്ലാ മന്ത്രിമാരും കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഈ പറയുന്ന സ്ഥലത്ത് സന്ദർശിച്ചതിനു ശേഷം പറഞ്ഞ കാര്യം എത്രയും പെട്ടെന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിന്റെ മാക്സിമം എക്സ്റ്റെൻഡിൽ നിന്നുകൊണ്ട് അതിന് വേണ്ട പ്രിക്കോഷൻസ് എടുത്തുകൊണ്ട് വകുപ്പ് തലങ്ങളിലൊക്കെ കാര്യങ്ങളോട് മുന്നോട്ട് പോകുമെന്ന് പറയും. എന്നാൽ ദുരന്ത നിവാരണ അതോറിറ്റി ഈ പറയുന്ന സതീഷ് അത് പറയാൻ വിട്ടുപോകുന്നതല്ല, പക്ഷെ അറിഞ്ഞുകൊണ്ട് മറന്നു പോകുന്നതാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് മറച്ചു വെച്ചതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കല്ല, അല്ലെങ്കിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന ഗവൺമെന്റ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞത് ആരാ? എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെ പറയുന്നത്. അതായത് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് ഈ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള വികസനം കാഴ്ചവെക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദ്രുതഗതിയിൽ ഈ പറയുന്ന പോലെ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുമ്പോഴും അത് പഠിച്ചിട്ട് ചെയ്യുക എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള പഠിച്ചിട്ട് ചെയ്യുന്ന സാധനമല്ല ഇത്. വെറുതെ എന്താ പറയുക, ഒരു തട്ടിക്കൂട്ട് നടത്തിക്കൊണ്ട് വലിയ വികസനം നടക്കുന്ന രീതിയിൽ തട്ടിക്കൂട്ട് ദേശീയപാതയുടെ നിർമ്മാണത്തിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. ഇതിന്റെ ഞാൻ പറഞ്ഞില്ല, ഇതിന്റെ അനന്തര ഫലങ്ങൾ പഠിച്ചിട്ട് അല്ലെങ്കിൽ ഇതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് ചെയ്യാത്തതിന്റെ അനന്തര ഫലങ്ങൾ നമ്മൾ കണ്ടതാണ്. ദേശീയപാതയുടെ നിർമ്മാണത്തിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഈ ദുരന്ത നിവാരണ അതോറിറ്റി ഇങ്ങനെ റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദുരന്ത നിവാരണ ഈ പറയുന്ന
അതോറിറ്റിയുടെ ഈ പറയുന്ന ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഈ സാധനം എന്ത് ചെയ്തു, മറച്ചു വെച്ചു എന്ന് പറയുമ്പോൾ ആ മറച്ചു വെച്ചതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല. ഇങ്ങനൊരു ദുരന്തമുണ്ടായി, ശരിയാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ഈ മണ്ണ് കൂട്ടിയിട്ടതിന്റെ ഫലമായിട്ടുണ്ടായ സത്യം പറഞ്ഞാൽ ഇത് മണ്ണ് അവിടെ കൂട്ടിയിട്ടതിന്റെ ഫലമായിട്ടുണ്ടായ ഒരു ദുരന്തം ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിക്വേഷൻസ് എടുക്കലാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സർക്കാർ അധികാരത്തിൽ ഇത്രയും ദിവസങ്ങളായിട്ടുള്ള ഒരു സർക്കാർ ഒരു 1.5 മാസമായിട്ടുള്ള സർക്കാർ അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്തു? ഈ പറയുന്ന പോലെ ആവശ്യത്തിന് വേണ്ട പ്രിക്വേഷൻസ് എല്ലാം എടുത്തു. ഞാൻ ആദ്യം പറഞ്ഞ താണയിട്ട് പറയുന്നു, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന വി ഡി സതീശൻ ഇതിന് മുമ്പേ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി പറഞ്ഞതാണ്. ഇത് പഠിച്ച് കൃത്യമായിട്ട്, ഇത് വെറുതെ ഞാൻ പറഞ്ഞില്ല, നമുക്ക് എന്ത് കാര്യവും രണ്ട് രീതിയിൽ ചെയ്യാം. വെറുതെ എന്തെങ്കിലും കണ്ണിപ്പെടാൻ വേണ്ടി എന്തെങ്കിലും ചെയ്ത് കാണിച്ചു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യും. അല്ലാതെ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ പക്വമായിട്ട് അതിനെപ്പറ്റി പഠിച്ചുകൊണ്ട് അതിന്റെ എല്ലാ സൈഡും അതിന്റെ എല്ലാ ആംഗിളുകളും പഠിച്ചുകൊണ്ട് കൃത്യമായിട്ടും കാര്യങ്ങൾ ചെയ്യാം. ഇവിടെ നടന്നിരിക്കുന്നത് ക്ലിയർ ആയി പറഞ്ഞാൽ, ട്രാൻസ്പെറന്റ് ആയി പറഞ്ഞാൽ, ഇവിടെ നടന്നിരിക്കുന്നത് ധൃതിഗതിയിലുള്ള തട്ടിക്കൂട്ടൽ പൊറാട്ട് നാടകത്തിന്റെ ഫലമായിരുന്നു CPM-ന്റെ സർക്കാർ ഇവിടെ തട്ടിക്കൂട്ടാൻ ശ്രമിച്ചത്. ആ തട്ടിക്കൂട്ടലിന്റെ അനന്തരഫലം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. അങ്ങനെ കരുതണോ ശ്രീ സുഭാഷ് ചന്ദ്രബോസ്? കാരണം ഇവിടെ നേരത്തെ സ്റ്റേറ്റ് ലെവൽ എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട ആശങ്ക പ്രകടിപ്പിച്ചതാണ്. കാരണം ഇവിടെ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള അതീവ ദുർബലമായിട്ടുള്ളൊരു പ്രദേശമാണ്. അവിടെയാണ് ഈ തുരങ്ക നിർമ്മാണം നടക്കുന്നതെന്ന് മുൻപ് തന്നെ ശ്രീ എസ് കെ സജി അങ്ങയിലേക്ക് എത്താം. അതിനു മുൻപ് ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, അങ്ങനെ CPM അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാർ തിടുക്കപ്പെട്ട് ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നു. സ്വാഭാവികമായി നമുക്കറിയാം അത് രാഷ്ട്രീയ നേട്ടമാണ്. രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി പല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളോ ഒരു സർക്കാർ കൊണ്ടുവരും. അതിൻ്റെ ഭാഗമായി ഇത് തിടുക്കപ്പെട്ടൊരു പ്രവർത്തനം ഉണ്ടായിട്ടുണ്ടോ, നടന്നിട്ടുണ്ടോ? കാരണം ഇവിടെ പല റിപ്പോർട്ടുകളുമുണ്ട്. ഇവിടെ നടപ്പാക്കാൻ പാടില്ല, തുരങ്ക നിർമ്മാണം പാടില്ല എന്ന് പല റിപ്പോർട്ടുകളും ഉള്ള പ്രദേശമാണ്. മണ്ണിടിച്ചിലിന് വളരെ സാധ്യതയുള്ളൊരു ദുർബലമായിട്ടുള്ള സ്ഥലമാണെന്ന്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് തന്നെയാണോ ഈ തുരങ്ക നിർമ്മാണം അതിനുള്ള അനുമതി നൽകിയത്? ഞാൻ വളരെ ചുരുക്കത്തിൽ രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, ശ്രീ സജീഷ് പറഞ്ഞു ഞാൻ കോടതി അലക്ഷ്യമായി വരാവുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. വയനാട് സംരക്ഷണ സമിതി എന്ന് പറയുന്ന, പ്രകൃതി സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ ആ ബാദുഷ എന്ന് പറയുന്ന വ്യക്തി ആണ് കേസ് കൊടുത്തു പോയത്. അവർ ഈ കുടുക്ക പൈസ പിരിക്കുന്ന പോലെ പാവപ്പെട്ട ആളുകളിൽ നിന്ന് പൈസ പിരിച്ചുകൊണ്ടാണ് സാധാരണ ഒരു വക്കീലിനെ വെച്ചാണ് ഈ കേസൊക്കെ വാദിച്ചത്. നമ്മൾ കോടതിയിൽ എങ്ങനെയാണ് വിധികൾ വരുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതിപ്പോൾ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്ത് കോർട്ട് അലക്ഷ്യമാണെന്നോ അല്ലാതെ നിന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇന്ത്യ ഗവൺമെൻറ്റിനെതിരെയും കേരള ഗവൺമെൻറ്റിനെതിരെയും അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഫോറസ്റ്റ് എൻവയോൺമെൻറ്റിനെതിരെയും സ്റ്റേറ്റ് എൻവയോൺമെൻറ്റ് അപ്രൈസൽ കമ്മിറ്റിക്കെതിരെയും സാധാരണ ഒരു പരിസ്ഥിതി പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു കൂട്ടം പരിസ്ഥിതി പ്രവർത്തകർ കേസ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് സംഭവിക്കുക എന്നൊക്കെ ഉള്ളത് നമ്മൾ പരിശോധിക്കണം. അതുപോലെ തന്നെ ശ്രീ സജീഷ് അറിയേണ്ട മറ്റൊരു കാര്യം, ടൗൺ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻ്റ് എന്ന്, ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, എല്ലാ ജില്ലയിലുമുണ്ട്. അവർ ഈ പറയുന്ന സ്ഥലത്ത് തന്നെ വളരെ വിശദമായൊരു പഠനം ഈ പ്രോജക്റ്റ് വരുന്ന മുമ്പേ നടത്തിയിരുന്നു. ആ പ്രോജക്റ്റിൽ വളരെ കൃത്യമായി ആ പഠനത്തിൽ അവർ പറയുന്നുണ്ട്, ഇത് ഹൈലി വൾണറബിളായിട്ടുള്ള ഹസാർഡ് സോൺ 1 വരുന്ന സീരിയസ് ആയിട്ടുള്ള ഡേഞ്ചർ സോണാണ്. ആ സോണുകളിൽ നടത്തുന്ന ഏതൊരു നിർമ്മാണ പ്രവർത്തനവും അതീവ ജാഗ്രതയോടുകൂടിയും അതീവ ഗൗരവത്തോടുകൂടിയും ചെയ്തില്ലെങ്കിൽ ദുരന്തങ്ങൾ വിളിച്ചു വരുത്തുമെന്ന് കേരള ഗവൺമെൻറ്റിൻ്റെ തന്നെ, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ തന്നെ മറ്റൊരു സംവിധാനം പഠനം നടത്തി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതും നമ്മുടെ നമ്മുടെ മുന്നിൽ ഉണ്ട്, ആ റിപ്പോർട്ടും മുന്നിലുണ്ട്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, സുപ്രീം കോടതി പറഞ്ഞു, ശരിയാണ്, എല്ലാം കറക്റ്റായിരുന്നു. സുപ്രീം കോടതി കഴിഞ്ഞ ഗവൺമെൻറ് എടുത്ത ഡിസിഷൻ കറക്റ്റ്, സുപ്രീം കോടതി പറഞ്ഞത് കറക്റ്റ്. 5 പേര് മരിച്ചുപോയി അല്ലെങ്കിൽ 7 പേര് മരിച്ചുപോയി. തീരൂല സജീഷ വിഷയം. ഈ വിഷയം തീരണമെങ്കിൽ, വിഷയം കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇന്ത്യയിലെ, ഞാൻ വീണ്ടും ആധികാരികമായിട്ട് പറയുന്നു, ജയറാം രമേശ് വരുന്നതിന് മുമ്പും 1990-കളിലും ഇവിടെ പരിസ്ഥിതി ആഘാത പഠനം ഉണ്ടായിരുന്നു. എല്ലാം തട്ടിക്കൂട്ട് റിപ്പോർട്ടുകളായിരുന്നു. ഇന്ത്യയിൽ എത്ര ഏജൻസികളെ എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നടത്തുന്ന എത്ര ഏജൻസികളെ കരിമ്പട്ടികൾ ഉൾപ്പെടുത്തിയെന്ന് സജീഷിന് അയച്ചു തരാം. എനിക്ക് നമ്പറൊന്ന് അയച്ചു തന്നാൽ മതി, സജീഷിന് അയച്ചു തരാം. എത്ര NGO-കളെയും എത്ര സ്വകാര്യ സ്ഥാപനങ്ങളെയും അവർ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തെന്നറിയാം ഇന്ത്യ ഗവൺമെൻറ്. തട്ടിക്കൂട്ട് റിപ്പോർട്ടുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് സജീഷേ. അതിനുശേഷമാണ് പബ്ലിക് ഹിയറിംഗ് വന്നത്. പബ്ലിക് ഹിയറിംഗ് നേരത്തെ ഇല്ലായിരുന്നു, പിന്നെയാണ് പബ്ലിക് ഹിയറിംഗ് വന്നത്. പബ്ലിക് ഹിയറിംഗ് വന്നിട്ട് വെബ്സൈറ്റിൽ പിന്നെ ഇടണ്ടാന്നിരുന്നത്, പിന്നെയാണ് വെബ്സൈറ്റിൽ ഓരോ നിയമങ്ങളും കർശനമായി വന്നത്. തട്ടിക്കൂട്ട് റിപ്പോർട്ടുകളിലൂടെ തന്നെയാണ്.
അത് അല്ലാതെ നേരത്തെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി തട്ടിക്കൂട്ട് നടക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം പക്കയാണെന്നല്ല, ഇത് റീഡിസൈൻ ചെയ്തേ പറ്റൂ. ആ സംവിധാനം കേരളത്തിൽ ആരാണ് പിന്നെ ഇതിനെ എൻവയോൺമെൻറ്റ് പിന്നെ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നടത്തുന്ന ഏജൻസി ആരാണ്? ആ ഏജൻസിയുടെ പേരെന്താണ്? ഞാനൊരു ഏജൻസിയെ കുറച്ച് കാണിക്കാനല്ല പറയുന്നത്. ആ ഏജൻസി ഒരു സജീഷൻ ഒന്ന് പഠിച്ചു നോക്ക്. അതൊരു ഗവേഷണ സ്ഥാപനമാണോ? അതൊരു പഠന സ്ഥാപനമാണോ? അല്ല. അത് എംപാനൽ ചെയ്ത് അവർ പുറത്ത് നാളെടുത്തും പല സ്ഥലത്തുനിന്ന് എംപാനൽ ചെയ്തിട്ടുള്ള എക്സ്പെർട്ടുകളെ വെച്ചൊക്കെയാണ് ചെയ്യുന്നത്. അതിലൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് സാറേ. അതെനിക്ക് ഈ ചാനലിൽ പറയാൻ കഴിയില്ല പല കാര്യങ്ങളും. ഞാൻ സജീഷ്, ശ്രീ സുഭാഷ് ചന്ദ്രബോസിനും ബേസിലിനും ഉള്ള മറുപടി പ്രതീക്ഷിക്കുന്നു. അല്ല, ഒരു കാര്യം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹം വളരെ ലാഘവത്തോടു കൂടി കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലൂടെ തന്നെ പരിശോധിച്ച് പോയാൽ മതി. അതിലൊരു കാര്യം അദ്ദേഹം പറയുന്നു, ഈ പ്രദേശത്ത് ഇത്തരമൊരു പദ്ധതി നടത്തുന്ന സമയത്ത് ജാഗ്രതയോടുകൂടി ആ പണി നടത്തണം. ആർക്കാണ് സംശയം ആ കാര്യത്തിൽ? ആ ജാഗ്രത കേരളത്തിലെ സർക്കാർ ഈ കാര്യത്തിൽ കാണിച്ചില്ല എന്നുള്ളതാണ് കാലാവസ്ഥ. ഞാൻ പറയട്ടെ താങ്കൾ പറയുമ്പോൾ എനിക്ക് ഇടപെടാമായിരുന്നു. ഇതിലെല്ലാം ഉള്ളിൽ ഒളിപ്പിച്ച രാഷ്ട്രീയമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ആ ഉള്ളിൽ ഒളിപ്പിച്ച രാഷ്ട്രീയം വെച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാം. ഞാൻ അതിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇപ്പോൾ പറയുന്നില്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കും. അത് ബോധ്യമാകുന്ന ആളുകൾക്ക് ബോധ്യമാകും എന്ന ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയും, താങ്കൾക്ക് ഇടപെടാം പിന്നീട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഈ പണി ആരംഭിച്ചു. ഈ പണി ആരംഭിച്ചതിന് ശേഷം അവിടെ മോണിറ്ററിംഗ് നടത്തേണ്ടത്, ജാഗ്രതയോടുകൂടി ഈ പ്രവൃത്തി നടത്തേണ്ടത് ഉത്തരവാദിത്വം ആർക്കാണ്? ഏപ്രിലല്ലേ ഇതിന് അനുമതിയെല്ലാം സുപ്രീം കോടതിയിൽ നിന്നെല്ലാം ലഭിച്ച് ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം മുന്നോട്ട് പോക്കുണ്ടാകുന്നത്? അതിനുശേഷം ഇവിടെ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ടുണ്ടല്ലോ. ഇവിടെ മണ്ണ് മാറ്റണം എന്നുൾപ്പെടെ പറയുമ്പോൾ അതിന് 2 ആഴ്ച ഉണ്ടായിട്ടും മാറ്റാൻ സമയമില്ല. കേരളത്തിന്റെ മന്ത്രിമാർക്ക് അതറിയില്ല. തങ്ങൾക്കല്ല ഏകോപന ചുമതല എന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പരസ്യമായി പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അദ്ദേഹത്തിന് തന്റെ ചുമതല എന്താണെന്ന് അറിയില്ല എന്നാണോ? അത് നമ്മൾ കാണേണ്ടേ. അതിനൊന്നും ഇവിടെ വിമർശനമില്ല. ഇവിടെ യെല്ലോ അലർട്ട് എന്തുകൊണ്ടായിപ്പോയി പറയേണ്ടതില്ലേ? എന്തുകൊണ്ട് മണ്ണ് മാറ്റി? എന്തുകൊണ്ട് PWD സെക്രട്ടറി ഒരു കാര്യം പറയുന്നു, മന്ത്രി വേറൊരു കാര്യം പറയുന്നു, പല മന്ത്രിമാർ പല കാര്യം പറയുന്നു? അത് ചർച്ച ചെയ്യേണ്ടേ? ഏകോപനമില്ലാത്തതുകൊണ്ട്, ജാഗ്രതയില്ലാത്തതുകൊണ്ട് വന്ന പ്രശ്നമാണ് എന്ന് കാണേണ്ടതുണ്ട്. പിന്നെ ശ്രീ VD സതീശൻ പറഞ്ഞ കാര്യം നേരത്തെ കോൺഗ്രസ് സുഹൃത്ത് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. പഴയ കാലമൊക്കെ എടുത്തു വെക്കല്ലേ. താങ്കളുടെ തന്നെ മുഖ്യമന്ത്രിയെ പ്രയാസത്തിലാക്കരുത്. വീര്യം കുറഞ്ഞ മദ്യം വിതരണം ചെയ്ത അതിന് നികുതി കുറച്ചു കൊടുത്താൽ അത് അഴിമതിയാണ് എന്ന് പ്രഖ്യാപിച്ചയാളാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം അഴിമതി നടത്തിയിരിക്കുന്നു എന്ന് സ്വയം പ്രഖ്യാപിച്ച ആളാണ്. പണ്ട് പറഞ്ഞതും ഇപ്പോൾ പറഞ്ഞതും വെച്ച് നോക്കിയാൽ. അപ്പോൾ ഓരോന്നും ഇങ്ങനെ പരിശോധിച്ചാലുണ്ട്. ശ്രീ VD സതീശന്റെ വാക്ക് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് മറ്റൊരു ചർച്ചയാകാം. സമയം മതിയാവില്ല. കാരണം ഇന്നലെ പറഞ്ഞതും ഇന്ന് പറഞ്ഞതും വേറെയാണ്, പരസ്പര വിരുദ്ധമാണ്. മാത്രവുമല്ല, ഒരു പത്രസമ്മേളനത്തിൽ പോലും ഒരു മുഖ്യമന്ത്രി പത്ര കട്ടിംഗ് പോലും എടുത്തുയർത്തിപ്പിടിച്ചിട്ട് പറയുകയാണ്, അതാ 5-ാം തീയതി ദേശാമാനിയിൽ വന്ന വാർത്ത, എങ്ങനെ ദേശാമാനിക്ക് ഇത് കിട്ടി? മറുപടി പറയണം, ഇത് ഗവൺമെന്റിൽ നിന്ന് ചോർന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ ആലോചിക്കേണ്ടത് 1-ാം തീയതിത്തെ പത്രത്തിലും 3-ാം തീയതിത്തെ പത്രത്തിലും അത് വന്നതാണ് എന്ന് പറയുമ്പോൾ കളവ് വെച്ച് തന്നെ ന്യായീകരിക്കാൻ വേണ്ടി ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ എത്ര അപകടകരമാണ്. സത്യസന്ധരാകണം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, നമ്മളെല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. ആ ബഹുമാനമുണ്ട്. ആ ബഹുമാനം നഷ്ടപ്പെടുത്തരുത് എന്നാണ് പറയാനുള്ളത്. വസ്തുത അവതരിപ്പിക്കാൻ വേണ്ടി തയ്യാറാണ്. അതുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ് അതിൽ കാണേണ്ട വേറൊരു വിഷയം. മറ്റൊന്ന്, ഇവിടെ അങ്ങ് പ്രഖ്യാപിച്ചു പോവുകയാണ് ബ്ലാക്ക് ലിസ്റ്റിൽപ്പെട്ട സജീഷിന്റെ പരിശോധനയിലുണ്ട്. ഞാൻ പറയട്ടെ ഞാൻ ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു വാചകം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒറ്റ വാചകം. അതായത് ഇങ്ങനെ പറയുമ്പോൾ അത് അടിസ്ഥാനരഹിതമാണ്. ബ്ലാക്ക് ലിസ്റ്റിൽപ്പെട്ട കമ്പനിയാണോ? ഇവിടെ ഇപ്പൊ പബ്ലിക് ക്ലിയറൻസ് നടത്താൻ വേണ്ടി, ഹിയറിംഗ് നടത്താൻ വേണ്ടി തീരുമാനിച്ചു. അതിൽ നടന്നിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും വെബ്സൈറ്റിൽ കൊടുക്കണമെന്ന് പറഞ്ഞു, നടന്നിട്ടുണ്ട്. പിന്നെ ഈ കേസ് കൊടുത്ത ആളുടെ രാഷ്ട്രീയവും വക്കീല് മോശമായിരുന്നു, അതുകൊണ്ടാണ് കേസ് തോറ്റത് എന്നത് വരെ അവതരിപ്പിക്കുമ്പോൾ അതിൽ ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയവും അതിന്റെ ഉദ്ദേശശുദ്ധിയും തിരിച്ചറിയേണ്ടതുണ്ട്.
ഹൈക്കോടതിയിൽ പോയതും സുപ്രീം കോടതിയിൽ പോയതും ഈ രാഷ്ട്രീയ പിൻബലമുള്ള അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ രാഷ്ട്രീയ പിൻബലമുള്ള ആളുകൾക്ക് സുപ്രീം കോടതിയിൽ വക്കീലിനെ കിട്ടാതാണ് കേസ് അപാരമായ വാദമാണ്. ഇപ്പോഴും കേസിന് പോയിട്ടുണ്ട്. ഇപ്പോഴും കേസ് ഈ ഗവൺമെന്റിനെതിരെയും കേസിന് പോയിട്ടുണ്ട്. നിക്ക് ഈ ഗവൺമെന്റ് അതേ ബാദുഷ അവരെയൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അല്ല, ഈ ഗവൺമെന്റിനെതിരെ പോയിട്ടുണ്ട്. അറിയാമല്ലോ. ഈ ഗവൺമെന്റിനെതിരെ കേസ് പോകുന്നത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ്. ഈ പദ്ധതിക്കെതിരെ വേണമെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും നിലപാട് സ്വീകരിക്കുക. അതാണ് നമ്മൾ കാണുന്നത്. കൂടെ നിന്നു കൊടുക്കുകയാണ്. അതുകൊണ്ട് താങ്കൾ കണ്ണടച്ചിരുട്ടാക്കരുത്. സുപ്രീം കോടതിയിൽ കേസ് തോറ്റത് ചീഫ് ജസ്റ്റിസിന്റെ മുന്നിൽ നല്ല വക്കീലിനെ കിട്ടിയില്ല പോലും. താങ്കൾക്ക് ഒരു പരസ്യം കൊടുക്കരുതായിരുന്നോ? കേരളത്തിന്റെ പരിസ്ഥിതി സംരക്ഷിക്കാനുള്ള ഒരു കേസ് സുപ്രീം കോടതിയിൽ നടക്കുന്നു, ഞങ്ങൾക്ക് നല്ല വക്കീലില്ല. ആ വക്കീലാകാൻ തയ്യാറുള്ള അത്ര ആളുകൾ കേരളത്തിൽ ഉണ്ടാകുമായിരുന്നു. എവിടെയാണ് വീഴ്ച സംഭവിച്ചത്? ഇത്തരം ബോധപൂർവം ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? മാത്രമല്ല, ഇവിടെ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയിട്ടുണ്ടോ? സുരക്ഷാ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടോ? തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ എന്തായാലും മറുപടി വരേണ്ടതാണ്. ഈ രണ്ട് സർക്കാരുകൾക്കും, അതായത് മുൻ സർക്കാരിനും ഇപ്പോഴത്തെ സർക്കാരിനും ഈ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാരണം അത്രയധികം മനുഷ്യരുടെ ജീവനാണ് നഷ്ടപ്പെടുന്നത്. നിരവധി മനുഷ്യരാണ് ഇപ്പോഴും അതിൻ്റെ ദുരന്തം അനുഭവിക്കുന്നത്. എന്തായാലും പ്രൈം ഡിബേറ്റ് ഈ വിഷയമായിരുന്നു ചർച്ച ചെയ്തത്. തുരങ്കപാത നിർമ്മാണം പൂർണ്ണമായും നിർത്തണമോ എന്നായിരുന്നു. ജനങ്ങളുടെ പ്രതികരണം കൂടി പുറത്തു വന്നിട്ടുണ്ട്. 63% പേർ പറയുന്നത് തുരങ്ക നിർമ്മാണം നിർത്തിവെക്കണം, ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിർത്തിവെക്കണമെന്നാണ്. 34% പേർ പറയുന്നത് നിർത്തേണ്ടതില്ല, അത് മുന്നോട്ട് പോകണമെന്നാണ്. 3% പേർ പ്രത്യേകം അഭിപ്രായമൊന്നും രേഖപ്പെടുത്തിയിരുന്നില്ല. വൻകിട വികസന പദ്ധതികൾ വരുമ്പോൾ ആശങ്കകളും ആരോപണങ്ങളും സ്വാഭാവികമാണ്. ഇത്തരം പദ്ധതികളെ രാഷ്ട്രീയ നേട്ടമായി കാണുന്നവരുണ്ട്. എന്നാൽ ജനങ്ങളുടെ ജീവൻ അപകടത്തിലാകുന്ന രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ വേണോ എന്ന് നമ്മുടെ ഭരണകൂടം തന്നെയാണ് ചിന്തിക്കേണ്ടത്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.